ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക് കുറച്ച് കാര്യമാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 110/2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ റിക്രൂട്ട്മെന്റ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് ഒരു 10 ചോദ്യമുണ്ട്. ആ 10 ചോദ്യവും അതിന്റെ ആൻസേഴ്സിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് നിർത്താം. ഓക്കെ ആണല്ലോ? അപ്പൊ 10 ചോദ്യങ്ങൾ കറക്റ്റായിട്ട് നോക്കി വെക്കുക. അപ്പൊ ഈ ഒരു ലെവലിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നോർമൽ എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരു 10 ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കുക, അതിനകത്തുള്ള പല ക്വസ്റ്റ്യൻസിലും ഒന്ന് മാറിയും തിരിഞ്ഞും ഏതിലും വന്നിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ ആ ഒരു രീതി വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ച് ഇത് റെഡിയാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 110/2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നമ്മൾ 108/2024 മുമ്പ് നോക്കിയിരുന്നത്. അടുത്ത നമുക്ക് 110/2024 നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കുക. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ചോദ്യം ഇതാണ്. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? അപ്പം നോക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതെന്നാണ് ചോദ്യം. നോക്കുക, ആലത്തിയൂർ പെരുംതൃക്കോവിൽ, കടവല്ലൂർ ശ്രീരാമക്ഷേത്രം, കടവിൽ തൃക്കോവിൽ, കരിമ്പുഴ ശ്രീരാമക്ഷേത്രം. ഓക്കെ ആണല്ലോ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ശ്രീരാമക്ഷേത്രമെങ്കിലും ശ്രദ്ധിച്ചോണം, ക്ഷേത്രം ശ്രീരാമനുള്ളതാണ്, പക്ഷേ എങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതെന്നാണ് ചോദ്യം. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതെന്നാ ചോദ്യം. ആലത്തിയൂർ പെരുംതൃക്കോവിലുണ്ട്, കടവല്ലൂർ ശ്രീരാമക്ഷേത്രമുണ്ട്, കടവിൽ തൃക്കോവിലുണ്ട്, കരിമ്പുഴ ശ്രീരാമക്ഷേത്രമുണ്ട്. ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു, ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ക്ഷേത്രങ്ങളെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ പരീക്ഷയ്ക്കും ക്ഷേത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള 2 കാര്യങ്ങൾ, ക്ഷേത്രാചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ആ ക്ഷേത്രങ്ങൾ വരുമ്പോൾ ആ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകളാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. കാരണം കേരളത്തിലുള്ള മൊത്തം ക്ഷേത്രങ്ങളും പഠിക്കാൻ എന്ത് ചെയ്യുന്നില്ല ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ പ്രത്യേകതയുള്ള ക്ഷേത്രങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യുക, അതിന്റെ പ്രത്യേകതയുള്ള പോയിന്റുകൾ എന്ത് ചെയ്യുക, പഠിച്ചു മാറ്റുക. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എന്ത് ചോദിക്കുന്നത്, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ പഠിച്ചു മാറ്റുമ്പോൾ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പഠിച്ചു മാറ്റുക. ക്ഷേത്രാചാരങ്ങൾ പഠിക്കണം, ക്ഷേത്ര കലകൾ പഠിക്കണം, ക്ഷേത്രവാദ്യങ്ങൾ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്ത് കൊടുത്തോണം, ഇമ്പോർട്ടൻസ് കൊടുത്തോണം. എന്തൊക്കെയാണ്? ആദ്യം ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ നോക്കുക. ഒരുപാട് ക്ഷേത്രം ഉണ്ടായാലും ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് പ്രത്യേക തോന്നുന്ന ക്ഷേത്രങ്ങൾ എടുത്ത് വെച്ച് എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ വേണ്ടത് ക്ഷേത്ര കലകൾ എന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ്. ക്ഷേത്രവാദ്യങ്ങളിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും ഉറപ്പാണ്. ഈ 3 ടോപ്പിക് എന്നാണ് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്ന ചോദ്യം വരുന്നത്. പിന്നെ ക്ഷേത്രാചാരങ്ങൾ, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഈ 4 ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട് പഠിച്ചു മാറ്റേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. അല്ല, ഒന്നാമത്തെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്, ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം എന്നാണ് ചോദ്യം. ആലത്തിയൂർ പെരുംതൃക്കോവില്, കടവല്ലൂർ ശ്രീരാമക്ഷേത്രം, കടവിൽ തൃക്കോവില്, കരിമ്പുഴ ശ്രീരാമക്ഷേത്രം. ഓക്കെ ആണല്ലോ? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ആലത്തിയൂർ പെരുംതൃക്കോവിലാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ആലത്തിയൂർ പെരുംതൃക്കോവിലാണ്. കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആലത്തിയൂർ പെരുംതൃക്കോവിൽ. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ചോദിച്ചാൽ ഏതാണ്? ആലത്തിയൂർ പെരുംതൃക്കോവിലാണ്. അവിടെ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്, ഇത് എവിടെയാണെന്ന് ആദ്യം ഓർത്തിരിക്കുക. ജില്ലകൾ ഓർത്തിരിക്കണം, നദികൾ അടുത്തൂടെ പോകുന്നെങ്കിൽ അത് ഓർത്തിരിക്കണം. അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ആലത്തിയൂർ പെരുംതൃക്കോവിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂരാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ആലത്തിയൂർ പെരുംതൃക്കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത് പഠിച്ചു മാറ്റേണ്ട പോയിന്റ് ഇതാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ആലത്തിയൂർ പെരുംതൃക്കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. എന്താണ്? സീതയെ അന്വേഷിക്കാനുള്ള ലങ്കായാത്രയുടെ ഭാഗമായി ഭഗവാന്റെ ഉപദേശം ശ്രദ്ധയോടെ കേൾക്കുന്ന ഭാവത്തിലാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഹനുമാന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സീതയെ അന്വേഷിക്കുവാനുള്ള ലങ്കായാത്രയുടെ ഭാഗമായിട്ട് എന്താണ്, ഭഗവാന്റെ ഉപദേശം ശ്രദ്ധയോടെ കേൾക്കുന്ന, ഭഗവാന്റെ ഉപദേശം എന്ത് ചെയ്യണം, ശ്രദ്ധയോടെ കേൾക്കുന്ന ഭാവത്തിലാണ് ആര് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്? ഹനുമാൻ സ്വാമിയെ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ സീതയെ അന്വേഷിച്ച് പോകാനുള്ള, അല്ലെങ്കിൽ സീതയെ അന്വേഷിക്കാനുള്ള ലങ്കായാത്രയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, ഹനുമാൻ ഉപദേശിക്കുകയാണ്, ഭഗവാൻ ഉപദേശം നൽകുകയാണ്. ആ ഉപദേശം കേൾക്കുന്ന ഭാവത്തിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്? ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ് ഓർത്തിരിക്കേണ്ടത്, അവിൽപ്പൊതി എന്ന് പറയും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ എന്താണ്, ആലത്തിയൂർ പെരുംതൃക്കോവിലെ പ്രധാനപ്പെട്ട വഴിപാട് ചോദിച്ചാൽ ഏതാണ്? അത് അവിൽപ്പൊതിയാണുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പൊ ശ്രീരാമക്ഷേത്രമാണ്, പക്ഷേ ഇത് എങ്കിലും പ്രസിദ്ധ ആർക്കാണ്? അവിടുത്തെ ഹനുമാൻ സ്വാമിക്കാണ് പ്രസിദ്ധം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ ആണല്ലോ? ഇനി ഇവിടുത്തെ ഒരു പ്രത്യേക ചടങ്ങുണ്ട്, അത് ഓർത്തു വെച്ചോണം. ആസ്മ രോഗ നിവാരണത്തിനായിട്ട്
പാളയും കയറും വഴിപാടായി സമർപ്പിക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ അത് ആലത്തിയൂർ പെരും തൃക്കോവിലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മുടെ ആസ്മ രോഗ നിവാരണത്തിനായിട്ട് പാളയും കയറും വഴിപാടായി സമർപ്പിക്കുന്ന ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ആലത്തിയൂർ പെരും തൃക്കോവിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. പറഞ്ഞ ഇത്രേ ഉള്ളൂ. അപ്പൊ ആലത്തിയൂർ പെരും തൃക്കോവിലാണ്. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേര് അല്ലെങ്കിൽ ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ചോദിച്ചാൽ അത് ഏതാണ്? ആലത്തിയൂർ പെരും തൃക്കോവിലാണ്. സീതയെ അന്വേഷിക്കാനുള്ള ലങ്കായാത്രയുടെ ഭാഗമായിട്ട് ഭഗവാന്റെ ഉപദേശം ശ്രദ്ധയോടെ കേൾക്കുന്ന ഭാവത്തിലാണ് ആരുടെ പ്രതിഷ്ഠ? ഹനുമാന്റെ പ്രതിഷ്ഠയായിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് ചോദിച്ചാൽ ഏതാണ്? അവിൽപ്പൊതിയാണ്. ആസ്മ രോഗ നിവാരണത്തിന് ഏതാണ്? പാളയും കയറും. ഏതാണ്? പാളയും കയറും എന്തായിട്ട് വഴിപാടായി സമർപ്പിക്കുന്ന ക്ഷേത്രം ചോദിച്ചാലും ഏത് തന്നെയാണ്? നമ്മുടെ ആലത്തിയൂർ പെരും തൃക്കോവിൽ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ആ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഓർത്ത് വെച്ചോണം. ഇത് പ്രധാനപ്പെട്ട വഴിപാട് ഓർത്ത് വെച്ചോണം. ഈ പാളയും കയറും വഴിപാടായിട്ട് സമർപ്പിക്കുന്ന കാര്യം കൂടെ ഓർത്ത് വെച്ചോണം. ഓക്കെ ആണോ? നോർമലി പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് എന്ന് പറയുന്നത് അവിൽപ്പൊതി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഈ ആസ്മ രോഗം എന്ന് പ്രത്യേക വഴിപാടാണ്. ആസ്മ രോഗ നിവാരണത്തിനായിട്ട് എന്തൊക്കെയാണ്? പാളയും കയറും എന്തായിട്ട് വഴിപാടായി സമർപ്പിക്കുന്ന ക്ഷേത്രം ചോദിച്ചാലും ഏത് തന്നെയാണ്? ആലത്തിയൂർ പെരും തൃക്കോവിൽ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത് വരുന്നത് ഈ ഓപ്ഷനിലുള്ള ഓരോ ക്ഷേത്രങ്ങളായിട്ട് ഞാൻ നോക്കാൻ പോവുകയാണ്. അപ്പം ഇതിന്റെ ആൻസർ ആലത്തിയൂർ പെരും തൃക്കോവിലാണ്. ഇനിയുള്ളത് ബാക്കിയുള്ള 3 ക്ഷേത്രങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ അടുത്തായിട്ട് വരുന്നതാണ് കടവല്ലൂർ ശ്രീരാമക്ഷേത്രം. ഏതാണ്? കടവല്ലൂർ ശ്രീരാമക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത ഉള്ളത് ഇത് തൃശ്ശൂർ ജില്ലയിലാണ്. കറക്റ്റ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. പക്ഷേ കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ തൃശ്ശൂർ മലപ്പുറം അതിർത്തിയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഈ കടവല്ലൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഈ കടവല്ലൂർ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചോണം. എവിടെയാണ്? തൃശ്ശൂർ മലപ്പുറം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കടവല്ലൂർ ഗ്രാമത്തിലാണ് ഏത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഈ കടവല്ലൂർ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഓർക്കുക, പീഠമടക്കം 6 അടിയോളം ഉയരമുള്ള ചതുർബാഹു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. പീഠമടക്കം 6 അടിയോളം ഉയരമുള്ള ചതുർബാഹു എന്ന് വെച്ചാൽ 4 കൈയുള്ള വിഗ്രഹമാണ് ഏതെന്ന് പറയുന്നത് ഈ കടവല്ലൂർ ശ്രീരാമ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഓർത്ത് വെച്ചോണം. പീഠമടക്കം എത്ര അടിയുള്ള? 6 അടി ഉയരമുള്ള ചതുർബാഹു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് ഈ കടവല്ലൂർ ശ്രീരാമ ക്ഷേത്രത്തിലുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, ഇവിടെ നമ്മൾ ഒരു പ്രത്യേക രൂപത്തിലാണ് എന്ന് വെച്ചാൽ ഓരോ സമയത്തും എന്താണ് പ്രത്യേക ഭാവത്തിലാണ് നമ്മൾ ആര് നിൽക്കുന്നത്? ശ്രീരാമൻ നിൽക്കുന്നത്. കാരണം മഹാവിഷ്ണുവിൻ്റെതാണെങ്കിൽ പോലും ശ്രീരാമനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. നോക്കുക, അവിടെ ഓർത്തിരിക്കുക. ശ്രീരാമന്റെ പ്രാധാന്യം വരുമ്പോൾ ശ്രീരാമന് എത്ര 4 കൈകളോടുള്ള രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, നമ്മുടെ കടവല്ലൂർ ശ്രീരാമ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇനി നോക്കുക, രാവിലെ സൗമ്യനായിട്ടും 12 കഴിഞ്ഞാൽ വരുണനോട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന രൂപവും വൈകിട്ട് രൗദ്രഭാവത്തിലാണ് എവിടെയുള്ളത്? കടവല്ലൂർ ശ്രീരാമ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ കടവല്ലൂർ ശ്രീരാമ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഭാവം ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീരാമ ഭഗവാന്റെ ഭാവം ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ആണെങ്കിൽ ഏത് ഭാവമാണ്? സൗമ്യഭാവനായിട്ടും 12 പൂജ കഴിഞ്ഞാൽ എന്താണ്? വരുണനോട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന രൂപവും വൈകിട്ടാണെങ്കിലോ രൗദ്രഭാവത്തിലാണ് എവിടെ കാണപ്പെടുന്നത്? നമ്മുടെ കടവല്ലൂർ ശ്രീരാമ ക്ഷേത്രത്തിൽ ഭഗവാൻ എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ കടവല്ലൂർ ശ്രീരാമ ക്ഷേത്രം തൃശ്ശൂർ മലപ്പുറം ജില്ലയുടെ അതിർത്തിയായ കടവല്ലൂർ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക. പീഠമടക്കം 6 അടിയോളം ഉയരമുള്ള എന്താണ്? ചതുർബാഹുവായ വിഗ്രഹം. ചതുർബാഹു എന്ന് പറയുമ്പോൾ 4 കൈയുള്ള വിഗ്രഹമാണ് എന്ന് പറയുന്നത് ഈ കടവല്ലൂർ ശ്രീരാമ ക്ഷേത്രത്തിലുള്ളതെന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ 3 ഭാവത്തിലാണ്, 3 ഭാവത്തിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഭഗവാൻ നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ ആണെങ്കിൽ ഏതാണ്? സൗമ്യഭാവനായിട്ടും, ഉച്ചയ്ക്ക് എന്തെങ്കിലും 12 പൂജ കഴിഞ്ഞാൽ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്? വരുണനോട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഭാവത്തിലും, അതേപോലെ വൈകിട്ടാണെങ്കിലോ ഈ രൗദ്രഭാവത്തിലുമാണ് എവിടെ കാണപ്പെടുന്നത്? നമ്മുടെ കടവല്ലൂർ ശ്രീരാമ ക്ഷേത്രത്തിൽ ഭഗവാൻ എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ കഴിയുന്നത്. ആ ഒരു കാര്യം എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി നോക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് പാണ്ഡവരിൽ 2ാമനായ ഭീമസേനന്റെ പുത്രൻ കടോൽഖജനാണെന്നാണ് വിശ്വാസം. ഓക്കെ ആണല്ലോ. ശ്രദ്ധിച്ചോണേ, നമ്മൾ ഈ ഐതിഹ്യം പറയുമ്പോൾ 2, 3 ടൈപ്പ് ഐതിഹ്യങ്ങൾ വരും. ഓക്കെ ആണല്ലോ. കാരണം വിശ്വാസങ്ങൾ 3, 4 ടൈപ്പ് വിശ്വാസമുണ്ട്. അപ്പൊ ആ 3 വിശ്വാസം 4 വിശ്വാസം വേണമെങ്കിൽ പോലും അത്രയും ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം. കാരണം ഇനി അങ്ങോട്ട് വരുമ്പോൾ ശിവക്ഷേത്രങ്ങൾ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത്. 2 രീതി പറയുന്നുണ്ട്. പരശുരാമൻ പണിതായിട്ടും പറയും, അല്ലാതെ എന്താണ് ഐതിഹ്യമായിട്ട് വേറൊരു രീതിയിലും പറയും. അപ്പൊ 2 രീതിയിൽ എന്ത് ചെയ്യും? ക്ഷേത്രങ്ങളുടെ ചരിത്രം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചോണം. ഓക്കെ ആണല്ലോ. അപ്പം ഈ ചിലപ്പോൾ അവിടുത്തെ നാട്ടുകഥ വേറെ വലുതുമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ള ഓരോരോ കാര്യങ്ങളും എന്ത് ചെയ്യുക? നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കേസാണ്. അപ്പൊ നോർമലി നമുക്കൊരു പരീക്ഷയ്ക്കാണ് ലെവലിലുള്ള കാര്യമായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഈ ക്ഷേത്രത്തിൽ ഇപ്പൊ പ്രധാനപ്പെട്ട പോയിന്റാണ്, ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് ആരെന്നാ പറയുന്നത്? പാണ്ഡവരിൽ 2ാമനായ ഭീമസേനന്റെ പുത്രൻ കടോൽഖജനാണെന്നാണ് വിശ്വാസം. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഭീമസേനന്റെ പുത്രനായ ആരാണ്? കടോൽഖജനാണ് എന്താണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസം. അതേപോലെ ഇവിടെ ഒരു പ്രത്യേക ചടങ്ങാണ് കടവല്ലൂർ അന്യോന്യം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഓർത്തു വെച്ചോണം. ഇവിടുത്തെ ഒരു പ്രത്യേക ചടങ്ങാണ് ഏതെന്ന് പറയുന്നത് കടവല്ലൂർ അന്യോന്യം. ചടങ്ങല്ല, ഇതൊരു മത്സരമാണ്. ചടങ്ങല്ല, എന്താണ്, ഇതൊരു മത്സരമാണ്. വർഷാവർഷം നടക്കുന്ന ഋഗ്വേദ പാരായണ മത്സരമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കടവല്ലൂർ അന്യോന്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ കടവല്ലൂർ അന്യോന്യം ഏത് ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടത്തെയാണ്? കടവല്ലൂർ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഓക്കെ ആണ്. കടവല്ലൂർ അന്യോന്യം ഏതാണ്? ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. അത് എന്താണെന്ന് ഓർത്തിരിക്കുക. വർഷാവർഷം നടക്കുന്ന ഋഗ്വേദ പാരായണ മത്സരമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കടവല്ലൂർ അന്യോന്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തെറ്റിക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയത് ആരെന്നാ പറയുന്നത്? കടോൽഖജൻ, ഭീമസേനന്റെ പുത്രനായ കടോൽഖജനാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമതായിട്ട് അടുത്ത നോക്കേണ്ട പോയിന്റ് എന്താണ്? ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഋഗ്വേദ പാരായണ മത്സരമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കടവല്ലൂർ അന്യോന്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കടവല്ലൂർ അന്യോന്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനകത്ത് പരീക്ഷകളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഓർത്തു വെച്ചോണം. എന്താണ്? വാരമിരിക്കുക, ജഡ ചൊല്ലുക, രഥ ചൊല്ലുക. ഇവയാണ് ഈ പരീക്ഷയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഈ ഋഗ്വേദ പരീക്ഷയായ കടവല്ലൂർ അന്യോന്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? വാരമിരിക്കുക, ജഡ ചൊല്ലുക, രഥ ചൊല്ലുക. ഓക്കെ ആണല്ലോ. വാരമിരിക്കുക, ജഡ ചൊല്ലുക, രഥ ചൊല്ലുക. ഇതാണ് ഏതെന്ന് പറയുന്നത്? നമ്മളെ കടവല്ലൂർ അന്യോന്യത്തിന്റെ വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ പരീക്ഷയുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറയില്ല, നമ്മുടെ പരീക്ഷയുടെ സയൻസ് മാത്സ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഈ ഋഗ്വേദ പാരായണ മത്സരത്തിന്റെ വിഷയങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? വാരമിരിക്കുക, ജഡ ചൊല്ലുക, രഥ ചൊല്ലുക. ഓക്കെ ആണല്ലോ. അത് 3 കാര്യം ഓർത്തു വെച്ചോണം. ഇവയാണ് ഈ പരീക്ഷയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ പറഞ്ഞ കേസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് കടവല്ലൂർ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രത്യേകത? ഇത് എവിടെയാണ്? തൃശ്ശൂർ മലപ്പുറം അതിർത്തിയിലാണ് ഏത് കാണപ്പെടുന്നത്? കടവല്ലൂർ ക്ഷേത്രം കാണപ്പെടുന്നത്. പീഠമടക്കം 6 അടിയോളം എന്താണ് ചതുർബാഹുവായ വിഗ്രഹമാണ് എവിടെയുള്ളത്? ഈ കടവല്ലൂർ ശ്രീരാമക്ഷേത്രത്തിൽ കാണപ്പെടുന്നത്. പിന്നെ ഓർക്കേണ്ട പോയിന്റ്, ഇവിടെ 3 ഭാവത്തിൽ, 3 നേരം 3 ഭാവത്തിലാണ് ശ്രീരാമ ഭഗവാനെ കാണാൻ കഴിയുന്നത്. രാവിലെ സൗമ്യഭാവത്തിലും, 12 പൂജ കഴിഞ്ഞാൽ എന്താണ് വരുണനോട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഭാവത്തിലും, വൈകിട്ട് എന്താണ് രൗദ്രഭാവത്തിലാണ് ആരെ കാണാൻ കഴിയുന്നത്? ശ്രീരാമ ഭഗവാനെ കാണാൻ കഴിയുന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്തത് നോക്കിയാണ് ഈ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ആരെന്നാ പറയുന്നത്? പാണ്ഡവരിൽ 2ാമനായ ഭീമസേനന്റെ പുത്രൻ കടോൽഖജനാണ് ഏത് പ്രതിഷ്ഠ നടത്തിയെന്ന് പറയുന്നത്? ഈ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ ഓർത്തിരിക്കുക, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഋഗ്വേദ പാരായണ മത്സരമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കടവല്ലൂർ അന്യോന്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഋഗ്വേദ പാരായണ മത്സരമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കടവല്ലൂർ അന്യോന്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കടവല്ലൂർ അന്യോന്യത്തിന്റെ വിഷയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? വാരമിരിക്കുക, ജഡ ചൊല്ലുക, രഥ ചൊല്ലുക. ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കടവല്ലൂർ അന്യോന്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്തായിട്ട് വരുന്നതാണ് കടവിൽ തൃക്കോവിൽ. ഓക്കെ ആണല്ലോ. കടവിൽ തൃക്കോവിൽ. ഓക്കെ, കടവിൽ തൃക്കോവിൽ. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നോക്കാം. ഇപ്പൊ കടവല്ലൂർ ശ്രീരാമക്ഷേത്രം പറഞ്ഞു, അതേപോലെ കടവിൽ തൃക്കോവിലാണ് അടുത്ത് പറയാൻ പോകുന്നത്. കടവിൽ തൃക്കോവിൽ. ഓക്കെ ആണല്ലോ. അത് വളരെ കുറച്ച് പോയിന്റേ ഉള്ളൂ. നമ്മൾ ഒരു 3 കാര്യം ജസ്റ്റ് ഒന്ന് പഠിച്ചിരുന്നാൽ മതി. എറണാകുളം ജില്ലയിലെ എവിടെയാണ്? ഉദയംപേരൂരാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഈ കടവിൽ തൃക്കോവിൽ സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലെ ഉദയംപേരൂരിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? കടവിൽ തൃക്കോവിൽ സ്ഥിതി ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ 3 പ്രധാനപ്പെട്ട മൂർത്തികളുള്ള ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? ഈ കടവിൽ തൃക്കോവിൽ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ശ്രീകൃഷ്ണനുണ്ട്, ഭഗവതിയുണ്ട്, നരസിംഹമുണ്ട്. അപ്പൊ 3 മൂർത്തികളുള്ള ക്ഷേത്രമായിട്ടാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? തൃക്കോവിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 3 കോവിൽ. ഓക്കെ, തൃക്കോവിൽ. അപ്പൊ കടവിൽ തൃക്കോവിലെ 3 പ്രധാനപ്പെട്ട മൂർത്തികളാണുള്ളത്. ആരൊക്കെയാണ്? ശ്രീകൃഷ്ണനുണ്ട്, ഭഗവതിയുണ്ട്, നരസിംഹമുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഓർക്കുക. അപ്പൊ കടവിൽ തൃക്കോവിൽ എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് എറണാകുളം ജില്ലയിലാണ്. 3 പ്രധാന മൂർത്തികളുള്ള ഏതാണ്? കടവിൽ തൃക്കോവിലെ 3 പ്രധാന മൂർത്തികൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? ശ്രീകൃഷ്ണൻ വരുന്നുണ്ട്, ഭഗവതി വരുന്നുണ്ട്, അതേപോലെ ആര് വരുന്നുണ്ട്? നരസിംഹം വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഓപ്ഷനിൽ പഠിക്കാനുള്ളതാണ് കരിമ്പുഴ ശ്രീരാമക്ഷേത്രം. കരിമ്പുഴ ശ്രീരാമക്ഷേത്രം എന്ന് പറയും. ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട്. ജില്ല എവിടെയാണ്? പാലക്കാട്. അവിടെ ഓർത്തിരിക്കുക, ഭാരതപ്പുഴയുടെ പോഷക നദിയായ കരിമ്പുഴയുടെ തീരത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഈ കരിമ്പുഴ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. എന്താണ്? ഭാരതപ്പുഴയുടെ പോഷക നദിയായ കരിമ്പുഴയുടെ തീരത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? കരിമ്പുഴ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടുത്തെ പ്രത്യേകത പറയുന്നത്, ഇത് ചരിത്രമായിട്ട് പറയുന്നതാണ്. ശ്രീരാമൻ കരിമ്പുഴ നദിയിൽ ജീവൻ ത്യജിച്ചതായി ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുന്നു. ഓക്കെ, അപ്പൊ ശ്രീരാമൻ എവിടെയാണ് ജീവൻ ത്യജിച്ചതായിട്ട് പറയുന്നത്? ഈ കരിമ്പുഴ നദിയിൽ ജീവൻ ത്യജിച്ചതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചരിത്രമുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രമാണ് എന്ന് പറയുന്നത് ഈ കരിമ്പുഴ ശ്രീരാമ ക്ഷേത്രം എന്ന് പറയുന്നത്. അപൂർവ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ഈ കരിമ്പുഴ ശ്രീരാമ ക്ഷേത്രം. ഓക്കെ, അപൂർവമായിട്ടുള്ള മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ഈ കരിമ്പുഴ ശ്രീരാമ ക്ഷേത്രം എന്ന് പറയുന്നത്. ആ പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. ശ്രീരാമൻ എവിടെയാണ്? കരിമ്പുഴ നദിയിൽ ജീവൻ ത്യജിച്ചതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പൊ അതാണ് പ്രത്യേകത പറയുന്നത്. എന്താണ്? അപൂർവമായിട്ടുള്ള മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? കരിമ്പുഴ ശ്രീരാമ ക്ഷേത്രം പറയുന്നത്. ഓക്കെ
ആണല്ലോ. അപ്പൊ പാലക്കാട് ജില്ലയിലാണ്. ഭാരതപ്പുഴയുടെ പോഷക നദിയായ കരിമ്പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമൻ കരിമ്പുഴ നദിയിൽ എന്ത് ചെയ്തു? ജീവത്യാഗം ചെയ്തു. ജീവത്യാഗം ജീവൻ ത്യജിച്ചതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്ഷേത്രത്തിൽ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു അപൂർവതയുള്ള ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? ഈ കരിമ്പുഴ ശ്രീരാമ ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റിനായി ഒരു ക്വസ്റ്റിന് 4 ഓപ്ഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയി ഞാൻ പോയിട്ടില്ല. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കുക. രാമമന്ത്രം ജപിച്ച് തപസ് അനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രമേത്? ഓക്കെ ആണല്ലോ. രാമമന്ത്രം ജപിച്ച് തപസ് അനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രമേത്? ഓക്കെ ആണല്ലോ. അപ്പൊ ഏതൊക്കെയുണ്ട്? മള്ളിയൂരുണ്ട്, അതേപോലെ കൈതൃക്കോവിലുണ്ട്, അതേപോലെ ഏതാണ് വരുന്നത്? അതേപോലെ ഗോവിന്ദപുരം ക്ഷേത്രം വരുന്നുണ്ട്, കൂടൽമാണിക്യ ക്ഷേത്രം വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഭരതൻ സങ്കല്പമായ ക്ഷേത്രം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭരതന്റെ സങ്കല്പമായിട്ടുള്ള ക്ഷേത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഭരതൻ സങ്കല്പമായിട്ടുള്ള ക്ഷേത്രം ചോദിച്ചാൽ നമുക്ക് ഏത് എഴുതാം? കൂടൽമാണിക്യം എഴുതാം. അപ്പൊ രാമമന്ത്രം ജപിച്ച് തപസ് അനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രം ചോദിച്ചാൽ ഏതാണ്? അത് കൂടൽമാണിക്യം ക്ഷേത്രമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കൂടൽമാണിക്യം ക്ഷേത്രം. അപ്പൊ മള്ളിയൂരുണ്ട്, കൈതൃക്കോവിൽ വരുന്നുണ്ട്, ഗോവിന്ദപുരം ക്ഷേത്രം വരുന്നുണ്ട്, കൂടൽമാണിക്യം വരുന്നുണ്ട്. ഓക്കെ ആണ്. അപ്പൊ എന്റെ ആൻസർ ഏതാണ്? കൂടൽമാണിക്യം ക്ഷേത്രമാണ്. ഓക്കെ ആണല്ലോ. കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇത് ക്ഷേത്രം ഏതാണ്? കൂടൽമാണിക്യം ക്ഷേത്രമാണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഞാൻ പ്രധാനമായിട്ട് പറയാൻ വേണ്ടി ഈ കൂടൽമാണിക്യത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് വീണ്ടും തരുന്നത്. ക്ലാസ് മൊത്തം കണ്ടാലേ കിട്ടുള്ളൂ. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതും കൂടെ നോക്കുക. ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നവർ പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 108/2024 എടുത്തിട്ടുണ്ട്. അതിനകത്തും ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും 110/2024 എന്ത് വന്നിട്ടുണ്ട്? ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറിയുള്ള കുറച്ച് പോയിന്റാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ. പ്രധാന മൂർത്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഭരതനാണ്. പ്രധാന മൂർത്തി ചോദിച്ച ആര് തന്നെയാണ്? ഭരതൻ തന്നെയാണ്. അവിടെ നോക്കുക. ഈ ഭരതന് ഒരു വിശേഷണം പറയുന്നുണ്ട്. എന്താണ് ആ വിശേഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ത്യാഗത്തിന്റെയും ആത്മബലിയുടെയും സഹോദര സ്നേഹത്തിന്റെയും ഉത്തമ പ്രതീകം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടുത്തെ ഭരതൻ, ഈ പ്രധാന മൂർത്തി ഭരതനാണെന്ന് പറയുന്നുണ്ട്. ഈ ഭരതൻ നൽകുന്ന വിശേഷണം ചോദിച്ചാൽ എന്താണ്? ത്യാഗത്തിന്റെയും ആത്മബലിയുടെയും അതേപോലെ സഹോദര സ്നേഹത്തിന്റെയും ഉത്തമ പ്രതീകം. ഓക്കെ ആണല്ലോ. ത്യാഗത്തിന്റെയും ആത്മബലിയുടെയും അതേപോലെ സഹോദര സ്നേഹത്തിന്റെയും ഉത്തമ പ്രതീകമായിട്ടാണ് ആരെ പറയുന്നത്? ഭരതനെ പറയുന്നത്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇവിടുത്തെ പ്രത്യേകത ഓർത്തു വെച്ച വിഗ്രഹത്തിന്റെ പ്രത്യേകത പറയുന്നത് 6 അടി ഉയരമുള്ള ചതുർബാഹു വിഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിലുള്ളത്. എന്താണ്? 6 അടി ഉയരമുള്ള ചതുർബാഹു വിഗ്രഹം. ചതുർബാഹു അപ്പൊ 4 കൈകളുള്ള വിഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഈ കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇനി ഇതിൽ 4 കയ്യിൽ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. വലത് കൈകളില്, ബാക്കിലത്തെ കയ്യിൽ ഏതാണ് വരുന്നത്? കോദണ്ഡം എന്ന് പറയുന്നതാണ്. കോദണ്ഡം. ഓക്കെ ആണല്ലോ. അടുത്ത് രണ്ടാമത്തെ ഫ്രണ്ടിലത്തെ കയ്യിൽ ഏത് വരുന്നുണ്ട്? അഭയമുദ്രാങ്കിതം വരുന്നുണ്ട്. ഇടത് കൈയുടെ ബാക്കിൽ ചക്രം വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഏത് വരുന്നുണ്ട്? ശംഖ് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 4 കാര്യങ്ങൾ, 4 കൈയിലുള്ള 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കുക. അപ്പൊ 6 അടി ഉയരമുള്ള ചതുർബാഹു വിഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത്. വലത് കൈയുടെ ബാക്കിലായിട്ട് ഏത് വരുന്നുണ്ട്? കോദണ്ഡം വരുന്നുണ്ട്. പിന്നെ ഏത് വരുന്നുണ്ട്? അഭയമുദ്രാങ്കിതം വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇടത് കൈയുടെ ബാക്കിലാണെങ്കിലോ ചക്രം വരുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ ഏത് വരുന്നുണ്ട്? ശംഖ് വരുന്നുണ്ട്. അപ്പൊ 4 കൈ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ 4 സൈഡിലാണ് പറയുന്നത്. അപ്പൊ ഈ 2 കൈ ഫ്രണ്ടില്, ബാക്കിൽ 2 കൈ. ഓക്കെ ആണല്ലോ. അപ്പൊ വലത് ബാക്കിലത്തെ കയ്യിൽ ഏതാണ് വരുന്നത്? കോദണ്ഡം വരുന്നുണ്ട്. ഫ്രണ്ടിലത്തെ കയ്യിൽ ഏത് വരുന്നുണ്ട്? അഭയമുദ്രാങ്കിതം വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കുക. നമ്മളെ ഇടത് കൈ ആവുമ്പോൾ ഏത് വരുന്നുണ്ട്? ബാക്കിൽ ഏതാണ്? ചക്രം വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഏതാണ് വരുന്നത്? ശംഖാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 4 കൈകളുള്ള 6 അടി ഉയരമുള്ള വിഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? കൂടൽമാണിക്യ ക്ഷേത്രത്തില് ആരുടെ പേരിലുള്ള? ഭരതന്റെ പേരിലുള്ളത്, അല്ലെങ്കിൽ ഭരതന്റെ സമർപ്പിച്ചുള്ള, ഭരതന്റെ ഇതായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇവിടുത്തെ പ്രത്യേകതയാണ് പറഞ്ഞത്. ഉപദേവതകളില്ല. ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന് എന്തില്ല? ഉപദേവതകളില്ല. അതേപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ എടുത്ത് പറയണം. കഴിഞ്ഞ ഉപദേവതകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രത്യേകത ഞാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ പറയാണ്. തിടപ്പള്ളിയിൽ എവിടെയാണ് പറയുന്നത്? തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽ മാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്തില്ല? ഉപദേവതകളില്ല. ഈ ക്ഷേത്രത്തിൽ എന്തില്ല? ഉപദേവതകളില്ല. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? തിടപ്പള്ളിയിൽ ആരിപ്പുണ്ട്? ഹനുമാൻ സ്വാമിയും. തിടപ്പള്ളിയിൽ ഹനുമാൻ സ്വാമിയും അതേപോലെ വാതിൽ മാടത്തിന്റെ തെക്കും വടക്കുമായിട്ട് ആരാണ്? ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് ഇവിടുത്തെ സങ്കല്പം. നമ്മൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ സങ്കല്പം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താ പറയുന്നത്? ഉപദേവതകളില്ല. അപ്പൊ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ എന്തില്ല?
ഉപദേവതകളില്ല. പക്ഷെ എന്താ പറയുന്നത്, തിടപ്പള്ളിയിൽ ആരാണ്? ഹനുമാനും അതേപോലെ എന്താണ് വാതിൽ മാടത്തിന്റെ തെക്കും വടക്കുമായിട്ട് ആരൊക്കെയാണ്? ദുർഗാദേവിയും ഭദ്രകാളിയും കാണപ്പെടുന്നത്. ഭദ്രകാളി ഉണ്ടെന്നാണ് ഇവിടുത്തെ വിശ്വാസം, നമ്മൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ വിശ്വാസമായിട്ട് പറയുന്നത്. ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇവിടുത്തെ പ്രത്യേകത പറയാണ്, ഈ ക്ഷേത്രത്തിൽ എന്തൊക്കെ മാത്രമേ ഉപയോഗിക്കുള്ളൂ? താമരയും തെച്ചിയും തുളസിയും മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ, അത് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചോണം. ഈ ക്ഷേത്രത്തിലെ താമര, തെച്ചി അതേപോലെ എന്താണ് തുളസി, ഇവ മാത്രമേ എന്തായിട്ട് ഉപയോഗിക്കുള്ളൂ? പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ, ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോണം. ഇല്ലെങ്കിൽ വേറൊരു കേസ് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഓരോ ദൈവങ്ങൾക്ക് ഓരോ ഇഷ്ടപ്പെട്ട ഇതുണ്ട്, പുഷ്പങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ മഹാദേവന് ഏതാണ് പറയുന്നത്? കൂവളത്തിലാണ് പറയുന്നത്. അതേപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലയാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ എവിടെയാണ് ഗണപതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് പറയുന്നതാണ് കറുകയാണ്. എന്നാൽ നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് പല പുഷ്പങ്ങളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൊണ്ടുപോകാറുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, ഈ പുഷ്പങ്ങളെല്ലാം ചിലതെല്ലാം എന്ത് ചെയ്യാറുണ്ട്? അർപ്പിക്കാറുണ്ട്. എന്നാൽ ചില ഇതിന് നമ്മൾ എന്ത് ചെയ്യാറില്ല, ചില പുഷ്പങ്ങൾ അവർ അർപ്പിക്കുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തു വേണ്ട. അപ്പൊ അവ മാറ്റി വെക്കേണ്ടി വരും. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ ഇത് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസമുണ്ട്. ക്ഷേത്രങ്ങൾക്ക് അനുസരിച്ച് എന്ത് വരുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ ഇത് ഇഷ്ടപ്പെട്ടതായിരിക്കില്ല, വേറൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ ഇവ തമ്മിൽ എന്ത് ചെയ്യേണ്ട വ്യത്യാസമുണ്ട്. അപ്പൊ ദേവപ്രശ്നമൊക്കെ വയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ക്ഷേത്രങ്ങളിലെ ഈ പൂജയ്ക്ക് എടുക്കുന്ന പൂക്കളിൽ എന്ത് ചെയ്യാറുണ്ട്? വേരിയേഷൻസ് ഓരോ ക്ഷേത്രങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്? വരുത്താണ്. അപ്പൊ ഒരേ ഇത് തന്നെയാണ് പല ക്ഷേത്രങ്ങളിലും പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരേ ഭഗവാൻ തന്നെയായിരിക്കും, പക്ഷേ പല ക്ഷേത്രങ്ങളിലും ഈ പൂജയ്ക്ക് എടുക്കുന്ന ഇതിന് എന്ത് ചെയ്യാണ്? വ്യത്യസ്തം വരാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ചോണം. കാരണം ഇങ്ങനെ ഡൗട്ട് തോന്നരുത്. അപ്പൊ ഞാൻ പറഞ്ഞ കേസ് ഇവിടെ ആലോചിക്കുക. ഇവിടെ വരുന്നപ്പോ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, ഈ കൂടൽമാണിക്യ ക്ഷേത്രം വരുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെ മാത്രമേ ഉപയോഗിക്കുള്ളൂ? താമര, തെച്ചി, തുളസി ഇവ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ഉപയോഗിക്കാറുള്ളൂ. ആ ഒരു കാര്യം ഓർത്ത്. താമര, തെച്ചി, തുളസി ഇവ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ഉപയോഗിക്കാറുള്ളൂ. ആ ഒരു കാര്യം എന്ത് ചെയ്തോണം? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ. അപ്പൊ കൂടൽമാണിക്യ ക്ഷേത്രം പ്രധാന മൂർത്തിയായിരുന്ന ഭരതനാണ് പറഞ്ഞത്. ത്യാഗത്തിന്റെയും ആത്മബലിയുടെയും സഹോദര സ്നേഹത്തിന്റെയും ഉത്തമ പ്രതീകമായിട്ടാണ് ആരെ പറയുന്നത്? ഈ ഭരതനെ പറയുന്നത്. അത് ഓർത്തിരിക്കുക. ഇവിടുത്തെ വിഗ്രഹത്തിന്റെ പ്രത്യേകത 6 അടി ഉയരമുള്ള എന്ത് വിഗ്രഹമാണ്? ചതുർബാഹു വിഗ്രഹമാണ്. 4 കൈകളുള്ള വിഗ്രഹമാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇനി എന്റെ 4 കൈകളിൽ ഏതാണ്? വലതു ഭാഗത്ത് വരുന്ന കൈകളിൽ ഏതൊക്കെയാണുള്ളത്? കോദണ്ഡം, അഭയമുദ്രാങ്കിതം എന്ന് പറയുന്ന 2 കാര്യമാണുള്ളത്. കോദണ്ഡവും അഭയമുദ്രാങ്കിതവും. ഇടത് കൈയിലാണെങ്കിൽ ചക്രവും വരുന്നുണ്ട്, ശംഖും വരുന്നുണ്ട്. ഇടത് കയ്യിൽ ഏതൊക്കെ വരുന്നുണ്ട്? ചക്രം, ശംഖ് എന്നിവയാണ് വരുന്നത്. ഇവിടെ എന്തില്ല? ഉപദേവതകളില്ല. ഇവിടെ എന്തില്ല? ഉപദേവതകളില്ല. പക്ഷേ എന്താ പ്രത്യേകത? തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽ മാടത്തിൽ എന്താണ്? തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് എന്ത് ചെയ്ത് സങ്കല്പം പറഞ്ഞിട്ടുള്ളത്. ക്ഷേത്രത്തിൽ താമരയും തെച്ചിയും തുളസിയും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഉപയോഗിക്കുകയുള്ളൂ. ക്ഷേത്രത്തില് താമരയും തെച്ചിയും തുളസിയും മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ഉപയോഗിക്കുകയുള്ളൂ. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്തോണം? ഈ കൂടൽമാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെച്ചോണം. ഓക്കെ ആണല്ലോ. അടുത്ത് വരുന്നതാണ് കൈതൃക്കോവിൽ. അടുത്ത വരുന്നത് ഏതാണ്? കൈതൃക്കോവിലാണ്. ഓക്കെ ആണല്ലോ. അവിടെ ജസ്റ്റ് എന്ത് ചെയ്യുന്ന ഒരു വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഈ മലപ്പുറം ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലാണ്. ആദവനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന മൂർത്തി ആരാണ്? ഭഗവതിയാണ്. പ്രധാന മൂർത്തി ആരാണ്? ഭഗവതിയാണ്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്? കൈതൃക്കോവിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. കൈതൃക്കോവിൽ അറിയപ്പെടുന്നത് ഏതാണ്? ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്? കൈതൃക്കോവിൽ അറിയപ്പെടുന്നത്. അവിടെ അത്രയും പോയിന്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ഇറങ്ങിയാൽ മതി. മലപ്പുറം ജില്ലയിലെ ആദവനാടാണ് ഏത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? കൈതൃക്കോവിൽ സ്ഥിതി ചെയ്യുന്നത്. പ്രധാന മൂർത്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഭഗവതിയാണ്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്? കൈതൃക്കോവില് അറിയപ്പെടുന്നത്. ആ ഒരു കാര്യം മാത്രം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ. വളരെ കുറച്ച് കാര്യം, അവിടെ വേറെ ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാനൊന്നുമില്ല. അടുത്ത നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഗോവിന്ദപുരം ക്ഷേത്രം. അടുത്തായിട്ട് നോക്കേണ്ടതാണ് ഗോവിന്ദപുരം ക്ഷേത്രം. അവിടെ ശ്രദ്ധിച്ചോണേ. ഈ ഗോവിന്ദപുരം ക്ഷേത്രം എന്ന് തുടങ്ങി 2 എണ്ണം ഉണ്ട്. ഗോവിന്ദപുരം ക്ഷേത്രം എന്ന് തുടങ്ങി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അവിടെ 2 ഏത് ജില്ലയിൽ തന്നെയാണ്? കോട്ടയം ജില്ലയിൽ തന്നെയാണ്. ഇനി ഇതേ പേര് തന്നെ ഈ ഗോവിന്ദപുരം പാർത്ഥസാരഥി എന്ന് തുടങ്ങി വീണ്ടും ഒരു ക്ഷേത്രമുണ്ട്. അപ്പൊ 3-4 ക്ഷേത്രം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗോവിന്ദപുരം ക്ഷേത്രം എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. കാരണം ഇവിടെ നമ്മളെ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ഗോവിന്ദപുരം ക്ഷേത്രം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. ഇവിടെ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ഗോവിന്ദപുരം ക്ഷേത്രം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. ഈ ഗോവിന്ദപുരം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം നോർമൽ ഗോവിന്ദപുരം ക്ഷേത്രമായിട്ട് അറിയപ്പെടുന്നുണ്ട്. അതായത് ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രം എന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്ന ക്ഷേത്രമുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഈ ഗോവിന്ദപുരം ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയപ്പെടുന്ന 2 എണ്ണമാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ 2 ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ ആദ്യം എടുത്ത് പറയുന്നത്. ശ്രദ്ധിച്ചോണം. ഈ ക്ഷേത്രങ്ങൾ വരുന്ന സമയത്ത് ഈ പേരുകൾ വരുമ്പോൾ ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോണം. കാരണം ആ ഓപ്ഷൻസ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യാവും? എപ്പോഴും എഴുതാൻ നിൽക്കാവും. ഓക്കെ ആണല്ലോ. അത് ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ വരും, അപ്പോഴും ഞാൻ കറക്റ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞുതരാം.
ഓക്കെ ആണല്ലോ. അപ്പൊ ഗോവിന്ദപുരം ക്ഷേത്രം അതിൽ ഒന്നാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ജില്ലയിൽ എവിടെയാണ്? കടുത്തുരുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന മൂർത്തി ചോദിച്ചാൽ ആരാണ്? ശ്രീകൃഷ്ണനാണ്. പ്രധാന മൂർത്തി ആരാണ്? ശ്രീകൃഷ്ണനാണ്. ഇനി ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓർത്ത് വെച്ചോണം. ഉണ്ണുനീലി സന്ദേശത്തിലെ ഏതാണ്? ഉണ്ണുനീലി സന്ദേശത്തിലെ 156 ശ്ലോകത്തിൽ, ഉണ്ണുനീലി സന്ദേശത്തിലെ എത്രാം ശ്ലോകത്തിൽ? 156 ശ്ലോകത്തിൽ പറയുന്ന കോതപുരം ക്ഷേത്രം ഏതാണ്? കോതപുരം ക്ഷേത്രം ഇതാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അവിടുത്തെ ഏറ്റവും ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. എന്താ പറയുന്നത്? ഉണ്ണുനീലി സന്ദേശത്തിലെ 156 ശ്ലോകത്തിൽ പറയുന്ന കോതപുരം ക്ഷേത്രം. ഉണ്ണുനീലി സന്ദേശത്തിലെ 156 ശ്ലോകത്തിൽ പറയുന്ന ഏത് ക്ഷേത്രമാണ്? കോതപുരം ക്ഷേത്രം ഇതാണെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതാണ് ആ പോയിന്റ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഗോവിന്ദപുരം ക്ഷേത്രത്തിലെ ഒന്നാമത്തെ പോയിന്റ് അതാണ് നോക്കേണ്ടത്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലാണ്. പ്രധാന മൂർത്തി ചോദിച്ചാൽ ആരാണ്? ശ്രീകൃഷ്ണനാണെന്ന് ഓർത്തിരിക്കുക. ഉണ്ണുനീലി സന്ദേശത്തിലെ എത്രയാണ്? 156 ശ്ലോകത്തിൽ. ഉണ്ണുനീലി സന്ദേശത്തിൽ എത്രാം ശ്ലോകത്തിലാണ്? 156 ശ്ലോകത്തിൽ പറയുന്ന ഏതാണ്? കോതപുരം ക്ഷേത്രം. ഏതാ പറയുന്നത്? കോതപുരം ക്ഷേത്രം ഏതാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ ഗോവിന്ദപുരം ക്ഷേത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിൽ ഏതാണ്? വെച്ചൂരാണ്. കോട്ടയം ജില്ലയിൽ എവിടെയാണ്? വെച്ചൂരാണ്. ഇവിടെയും പ്രധാന മൂർത്തി ആര് തന്നെയാണ്? വിഷ്ണു തന്നെയാണ്, മഹാവിഷ്ണു തന്നെയാണ്. പക്ഷേ ഇവിടെയും എന്താണ് സങ്കല്പം? ഉണ്ണികൃഷ്ണൻ എന്ന സങ്കല്പത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? ഈ ക്ഷേത്രത്തിന്റെ ഭാവം അല്ലെങ്കിൽ ഭഗവാന്റെ ഭാവം ചോദിച്ചാൽ ഏതാണ്? ഉണ്ണികൃഷ്ണൻ എന്ന ഭാവത്തിലാണ് ഇവിടെയും ഭഗവാൻ എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമാണെങ്കിലും ഏത് ഭാവത്തിലാണ് കാണപ്പെടുന്നത്? ഉണ്ണികൃഷ്ണന്റെ ഭാവത്തിലാണ് കാണപ്പെടുന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യണം? ഓർത്തു വെച്ചോണം. അപ്പൊ ഗോവിന്ദപുരം ക്ഷേത്രം ഓർത്തു വയ്ക്കുക. കോട്ടയം ജില്ലയിൽ എവിടെയാണ്? കടുത്തുരുത്തിയിലാണ് ഒന്നാമത്തെ ക്ഷേത്രം വരുന്നത്. പ്രധാന മൂർത്തി ചോദിച്ചാൽ ആര് തന്നെയാണ്? ശ്രീകൃഷ്ണൻ. എന്ന് രണ്ട് ക്ഷേത്രങ്ങളും ആരുടെ തന്നെയാണ്? ശ്രീകൃഷ്ണന്റെ തന്നെയാണ്. അവിടെ ശ്രദ്ധിക്കുക. ഈ ഒന്നാമത്തെ ക്ഷേത്രം, ഈ കടുത്തുരുത്തിയിലുള്ള ക്ഷേത്രത്തിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഉണ്ണുനീലി സന്ദേശത്തിലെ 156 ശ്ലോകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കോതപുരം ക്ഷേത്രം ഏതാണ്? കോതപുരം ക്ഷേത്രം. അത് ഓർത്തിരിക്കുക. കോതപുരം ക്ഷേത്രം ഏതാണ്? കോതപുരം ക്ഷേത്രം. കോതപുരം ക്ഷേത്രം. ഈ കോതപുരം ക്ഷേത്രമായിട്ട് അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ഈ കടുത്തുരുത്തിയിലുള്ള ഗോവിന്ദപുരം ക്ഷേത്രം തന്നെയാണ്. ഇനി അടുത്ത രണ്ടാമതായിട്ട് പറഞ്ഞത് വെച്ചൂരുള്ള ഗോവിന്ദപുരം ക്ഷേത്രമാണ്. ഏതാണ്? പ്രധാന മൂർത്തി വിഷ്ണു തന്നെയാണ്. പക്ഷെ അവിടെ എന്താണ്? ഉണ്ണികൃഷ്ണൻ എന്ന സങ്കല്പത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ എന്ന സങ്കല്പത്തിലാണ് ഭഗവാൻ ഉള്ളത് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗോവിന്ദപുരം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഓക്കെ ആണല്ലോ. അടുത്ത് വരുന്നത് മള്ളിയൂരാണ്. മള്ളിയൂർ ക്ഷേത്രം ഞാൻ ആൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാണ്. എവിടെയാണ്? കോട്ടയത്ത് മാഞ്ഞൂരാണ് ഏതുള്ളത്? മള്ളിയൂർ ക്ഷേത്രം ഉള്ളത്. ഇവിടെ നോക്കാം. ഇവിടെ ഗണപതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപൂർവ സങ്കല്പമായ ബീജ ഗണപതിയാണ് ഇവിടെ കാണപ്പെടുന്നത്. നമ്മുടെ ഈ കോതപുരം ക്ഷേത്രത്തിൽ കോതപുരമല്ല, മള്ളിയൂർ ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത് അപൂർവ സങ്കല്പമായ എന്താണ്? ബീജ ഗണപതിയാണ് ഇവിടെ കാണപ്പെടുന്നത്. മള്ളിയൂർ ക്ഷേത്രത്തിൽ കാണപ്പെടുന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ മള്ളിയൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി. ആരാണ്? മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ മള്ളിയൂർ ക്ഷേത്രത്തിന്റെ എന്തായിരുന്നു? പോറ്റിയായിരുന്നു. അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന്റെ ഒരു പേരിൽ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഒരു വളരെ പ്രസിദ്ധമായ എന്താണ്? ഈ ഭാഗവത സപ്താഹമൊക്കെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? ഈ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്നത്. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്നത്. ഓക്കെ. ഗണപതി ക്ഷേത്രമാണെങ്കിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ കൃഷ്ണനെ എന്ത് ചെയ്യണം? കൃഷ്ണനെ ആരാധിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് എന്താണ്? പ്രത്യേകത ഉള്ള ഒരു വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? ഈ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഭാഗവതമൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. ആരെന്ന് പറയുന്നത്? നമ്മുടെ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏതാണ്? ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്നത്. അതൊന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചോണം. ഇനി ഇവിടെ ക്ഷേത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സങ്കല്പമുണ്ട്. ഈ ഗണപതിയുടെ മടിയിലിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ. ഗണപതിയുടെ മടിയിലിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്നൊരു സങ്കല്പം കൂടെ എവിടെയുണ്ട്? നമ്മുടെ ഈ മള്ളിയൂർ ഗണപതിയിലുണ്ട്. അതും കൂടെ ഓർത്ത് വെച്ചോണം. എന്നുവെച്ചാൽ ഗണപതിയുടെ മടിയിലിരിക്കുന്ന എന്താണ്? ഉണ്ണികൃഷ്ണൻ. ആ ഒരു സങ്കല്പത്തിലാണ് എവിടെയുള്ളത്? ഈ മള്ളിയൂർ ഗണപതി എന്ത് പറയപ്പെടുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണ്. അപ്പൊ മള്ളിയൂർ ഇപ്പൊ കോട്ടയം മാഞ്ഞൂരാണ്. അപൂർവ സങ്കല്പമായ ബീജ ഗണപതിയാണ് ഇവിടെ കാണപ്പെടുന്നത്. മള്ളിയൂർ ശങ്കര നമ്പൂതിരി ഇതുമായിട്ട് എന്താണ്? ഭാഗവതവുമായി അല്ലെങ്കിൽ ഭാഗവത സപ്താഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി എന്നുള്ളത്. അദ്ദേഹം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കുക. മുപ്പട്ട് ചൊവ്വാഴ്ച ചാന്താട്ടം നടത്തുന്ന ക്ഷേത്രമേത്? മുപ്പട്ട് ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം ഏതാണ് ചോദ്യം. മുപ്പട്ട് ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം. അപ്പൊ ചാന്താട്ടം എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചു. മുപ്പട്ട് ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം ഏത്? ഓക്കെ ആണല്ലോ. ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കൊടിക്കാട്ടുകാവുണ്ട്, കൊട്ടിയൂർ പറയുന്നുണ്ട്, കൊങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം പറയുന്നുണ്ട്, തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം പറയുന്നുണ്ട്. തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൊടിക്കാട്ടുകാവ്, കൊട്ടിയൂര്, കൊങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം, തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. ഓക്കെ ആണല്ലോ. എന്താ പറഞ്ഞ? മുപ്പട്ട് ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം. മുപ്പട്ട് ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം. ഓക്കെ. എന്താണ് ചാന്താട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്ന് ഓർത്ത് വെച്ചേ. ചാന്താട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാര്യം ആലോചിക്കുക.
നമ്മുടെ ഈ നോർമൽ ഉള്ള വിഗ്രഹങ്ങൾ ഏതൊക്കെ ടൈപ്പ് വിഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ ജസ്റ്റ് വിഗ്രഹങ്ങൾ ഒന്നും ഡീറ്റെയിൽ പറയില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടിട്ടുള്ള വിഗ്രഹങ്ങൾ ഏതൊക്കെയാണ് പറയുന്നത്. ഒന്ന് നമ്മൾ പഞ്ചലോഹത്തിലുള്ള വിഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട്. നോർമലി നമ്മുടെ ഈ അയ്യപ്പനൊക്കെ വരുന്നത് ഏതാണ്, ഏറ്റവും കൂടുതൽ ഏതാണ് വരുന്നത്? പഞ്ചലോഹത്തിലുള്ള വിഗ്രഹങ്ങളാണ് അല്ലേ. ശബരിമല പോയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഒട്ടുമിക്ക എല്ലാ അയ്യപ്പ കോവിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? പഞ്ചലോഹത്തിലുള്ള വിഗ്രഹങ്ങളാണ് കാണപ്പെടുന്നത് അല്ലേ. അല്ലാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കല്ലിലുള്ള വിഗ്രഹങ്ങൾ. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രത്തിൽ കാണാൻ പറ്റുന്ന ഏതാണ്? കല്ലിലുള്ള വിഗ്രഹങ്ങളാണ്. എന്നാൽ ചില ഭഗവതി ക്ഷേത്രങ്ങളിൽ എന്തായിട്ട് കാണപ്പെടുന്നുണ്ട്? തടിയിലുള്ള വിഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണ്? തടിയിലുള്ള വിഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ തടിയിലുള്ള വിഗ്രഹങ്ങളെ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ദാരു വിഗ്രഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെടും. എന്ത് പേരിൽ അറിയപ്പെടും? ദാരു വിഗ്രഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെടും. അപ്പൊ തടിയിലുള്ള വിഗ്രഹങ്ങൾ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ദാരു വിഗ്രഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കറക്റ്റ് ആയിട്ട് ഓർത്തു വെച്ചോണം. അപ്പൊ തടിയിലുള്ള വിഗ്രഹങ്ങൾ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടും? ദാരു വിഗ്രഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ ആണല്ലോ. ദാരു വിഗ്രഹങ്ങൾ. അപ്പൊ തടിയിലുള്ള വിഗ്രഹങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ അഭിഷേക കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ പറ്റില്ല. കാരണം തടിയിലല്ലേ ചെയ്തേക്കുന്നത്. അപ്പൊ തടി പെട്ടെന്ന് എന്തായി പോവാം? കംപ്ലൈന്റ് വരിക. അപ്പൊ ആ ഒരു കാരണം ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് അഭിഷേകങ്ങൾ പോലുള്ള ചടങ്ങുകൾ എന്ത് ചെയ്യാറില്ല? ചെയ്യാറില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ നോർമലി ഈ തടി വിഗ്രഹം, ഈ തടി എന്ന് പറയുമ്പോൾ ദാരു വിഗ്രഹങ്ങൾ അഭിഷേകങ്ങൾ ചെയ്യാറില്ല. അവിടെ പ്രത്യേകമായിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഈ ചാന്താട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രത്യേകമായിട്ട് നടത്തുന്ന ചടങ്ങാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ചാന്താട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എഴുതിയിട്ടുണ്ട്. മരം കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹങ്ങളാണ് ദാരു വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ദാരുബിംബങ്ങളുടെ പരിപാവനതയ്ക്ക് നടത്തുന്ന ചടങ്ങിനെ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ചാന്താട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണോ. ദാരു വിഗ്രഹങ്ങളുടെ പരിപാവനതയ്ക്ക് വേണ്ടി നടത്തുന്ന ചടങ്ങാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ചാന്താട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. അപ്പം ഓർക്കേണ്ട പോയിന്റ്, 30 ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ വരുന്നത് ഏതാണ്? തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രമാണ്. തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രമാണ് 30 ചൊവ്വാഴ്ച എന്ത് നടത്തുന്നത്? ചാന്താട്ടം നടത്തുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രങ്ങളുടെ പേര് വരുമ്പോൾ ഉള്ള പ്രശ്നം പറഞ്ഞത്. ഈ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്, മെയിൻ ക്ഷേത്രമുണ്ട്. ആ മെയിൻ ക്ഷേത്രത്തിൽ പക്ഷെ എന്നല്ല ഈ 30 ചൊവ്വാഴ്ച അല്ല എന്ത് നടത്തുന്നത്? ഈ ചാന്താട്ടം നടത്തുന്നത്. ഓക്കെ ആണല്ലോ. അത് അവിടെ മിഥുനം കർക്കിടക മാസങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ചാന്താട്ടം നടത്തുന്നത്. മിഥുനം കർക്കിടക മാസങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ചാന്താട്ടം നടത്തുന്നത്. എവിടെയാണ് ഞാൻ പറഞ്ഞത്? തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. എന്നാൽ ഇതേ പേരില് ഈ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ അതേ പേര് തന്നെ കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, പാലക്കാട് കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. കോങ്ങാട് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം എന്ന പേരിൽ ക്ഷേത്രമുണ്ട്. എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ കോങ്ങാട് എന്ത് ചെയ്യുന്നുണ്ട്? തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. ഓക്കെ ആണല്ലോ. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോണം. ഇതില് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ക്ഷേത്രമുണ്ട്. ഓക്കെ ആണല്ലോ. ഒന്ന് നമ്മുടെ എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ. ഒന്ന് എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ. രണ്ടാമത്തത് എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ. രണ്ടാമത് എവിടെയാണ്? പാലക്കാട് ജില്ല. ഇങ്ങനെ 2 സ്ഥലങ്ങളിൽ എന്തുണ്ട്? തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. ഇതിൽ മലപ്പുറം ജില്ലയിലുള്ള ക്ഷേത്രമാണ് ഇത്തിരി കൂടെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം. മലപ്പുറം ജില്ലയിൽ എവിടെയാണുള്ളത്? അത് അങ്ങാടിപ്പുറത്താണുള്ളത്. അവിടെയും വിഗ്രഹം ഏത് തന്നെയാണ്? ഈ ദാരു വിഗ്രഹം തന്നെ. തടിയിലുണ്ടാക്കിയ വരിക്കപ്ലാവിലെ തടിയിലുണ്ടാക്കിയ വിഗ്രഹം എന്നാണ് പറയുന്നത്. അവിടെയും ദാരു വിഗ്രഹം തന്നെയാണ് അവിടെ ഉള്ളത്. അവിടെ എന്ത് നടത്തുന്നുണ്ട്? ചാന്താട്ടം നടത്തുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ചാന്താട്ടം എന്ന് പറയുന്നത് ഏതൊക്കെ മാസമേ ഉള്ളൂ? മിഥുനം കർക്കിടക മാസങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നടത്തുന്നുള്ളൂ. അടുത്ത് പറയുന്നത് ശ്രദ്ധിച്ചോണം. കോങ്ങാട് എന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലുള്ള കോങ്ങാട് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ 30 ചൊവ്വാഴ്ച എന്ത് നടത്തുന്നത്? ഈ ചാന്താട്ടം നടത്തുന്നത്. 30 ചൊവ്വാഴ്ച എന്ത് നടത്തുന്നത്? ചാന്താട്ടം നടത്തുന്നത് ഏതാണ്? ഈ കോങ്ങാട് തിരുമാന്താംകുന്ന് ക്ഷേത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന ആൻസർ എന്ത് ചെയ്യാവോ? എഴുതാവോ. അപ്പൊ ഇവിടെ നമുക്ക് സ്ഥലം പറഞ്ഞിട്ടില്ല. ഓക്കെ, വേണ്ട. പക്ഷേ നമുക്കറിയാം ആ ക്ഷേത്രത്തിന്റെ പേര് എന്താണ്? തിരുമാന്താംകുന്ന് ക്ഷേത്രമാണെന്ന് പറയാം. 30 ചൊവ്വാഴ്ച ചാന്താട്ടം നടത്തുന്ന ക്ഷേത്രം ചോദിച്ചാൽ അത് ഏത് തന്നെയാണ്? തിരുമാന്താംകുന്ന് ക്ഷേത്രം തന്നെയാണ്. ഇനി സ്ഥലം എടുത്ത് പറയുകയാണെങ്കിൽ എന്താണ്? മലപ്പുറത്തുള്ള അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് എന്താണ്? തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. അതേപോലെ കോങ്ങാട് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ ഈ 30 ചൊവ്വാഴ്ച നടത്തുന്നത് എവിടെയാണെന്ന് എഴുതി വെച്ചോണം. നമ്മുടെ എവിടെയാണ്? കോങ്ങാടുള്ള തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം എഴുതി വെച്ചോണം. ഓക്കെ ആണല്ലോ. പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ആൻസർ നമുക്ക് ഏതിനെ കൊടുക്കാം? എന്റെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുന്നില്ല. തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം എന്ന് എഴുതുള്ളൂ. ഓക്കെ ആണല്ലോ. അവിടെ ശ്രദ്ധിക്കേണ്ട കേസ് ഈ 2 ക്ഷേത്രങ്ങളും 2 ജില്ലയിലാണ്. ഒന്ന് ഏതാണ്? ഒന്ന് പാലക്കാട് ജില്ലയിലും ഒന്ന് മലപ്പുറം ജില്ലയിലും. ഓക്കെ ആണല്ലോ. രണ്ടിന്റെയും പേര് എന്ത് തന്നെയാണ്? തിരുമാന്താംകുന്ന് തന്നെയാണ്. ഈ മലപ്പുറത്തുള്ളതാണ് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം എന്ന് വിളിക്കാം നമുക്ക്. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം എവിടെയുള്ളതാണ്? മലപ്പുറത്തുള്ളതാണ്. ഇനി പാലക്കാടുള്ളത് ഏതാണ്? കോങ്ങാട് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രമാണ് എവിടെയുള്ളത്? പാലക്കാടുള്ളത്. ഈ പാലക്കാടുള്ള ക്ഷേത്രത്തിലാണ് ഈ 30 ചൊവ്വാഴ്ച എന്ത് നടത്തുന്നത്? നമ്മുടെ ചാന്താട്ടം നടത്തുന്നത്. 30 ചൊവ്വാഴ്ച എന്ത് നടത്തുന്നത്? ചാന്താട്ടം നടത്തുന്നത്. ഇനി നമ്മളെ ഈ എവിടെയാണ്? നമ്മൾ അങ്ങാടിപ്പുറത്തുള്ള തിരുമാന്താംകുന്നാണെങ്കിൽ മിഥുനം കർക്കിടക മാസങ്ങളിൽ മാത്രമേ എന്ത് നടത്തുകയുള്ളൂ? ചാന്താട്ടം നടത്തുകയുള്ളൂ. അപ്പൊ ഈ 2 പ്രത്യേകത ഓർത്തു വെച്ചോണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ സാധാരണയായിട്ട് ഈ ദാരു വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളിലാണ് എന്ത് നടത്തുന്നത്? ഈ ചാന്താട്ടം നടത്തുന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ആദ്യമേ അങ്ങ് ഓർത്തു വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ 30 ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ അത് ഏതാണ്? അത് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം എന്നുള്ള കാര്യം ഓർത്തു വെച്ചോണം. ഇല്ലെങ്കിൽ ആദ്യം പറയാൻ പോകുന്നത് അങ്ങാടിപ്പുറത്തിനെ കുറിച്ച്.
കുറിച്ചാണ്. അതിനുശേഷം ഞാൻ എന്ത് പറയാം, നമ്മളെ കോങ്ങാടിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ കോങ്ങാടിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. അപ്പോൾ കോങ്ങാട് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, പാലക്കാടുള്ള എവിടെയാണ് കോങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കോങ്ങാട് എന്താണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക. ഇവിടുത്തെ പ്രധാന മൂർത്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഭഗവതി തന്നെയാണ്. പ്രധാന മൂർത്തി ആര് തന്നെയാണ്? ഭഗവതി തന്നെയാണ്. ഇനി ഇവിടുത്തെ ശ്രീകോവിലിൽ ആരൊക്കെയുണ്ട്? സപ്തമാതൃക്കൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ശ്രീകോവിലിൽ ആരൊക്കെയുണ്ട്? സപ്തമാതൃക്കൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആ പ്രത്യേകത ഒന്ന് ഓർത്തു വെച്ചോണം. ഇവിടെയും 6 അടി ഉയരമുള്ള എന്ത് വിഗ്രഹമാണ് കാണപ്പെടുന്നത്? ദാരു വിഗ്രഹമാണ് കാണപ്പെടുന്നത്. ഇവിടെ എന്താണ് കാണപ്പെടുന്നത്? 6 അടി ഉയരമുള്ള എന്താണ്? ദാരു വിഗ്രഹമാണ്. ദാരു എന്ന് പറയുമ്പോൾ തടിയിലുണ്ടാക്കുന്ന വിഗ്രഹമാണ് ദാരു വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ 6 അടിയോളം ഉയരമുള്ള ദാരു വിഗ്രഹങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. കോങ്ങാട് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ഇനി ഇവിടെ നോക്കാം, മേടത്തിലെ 30 ചൊവ്വാഴ്ചയാണ് ഇവിടെ ചാന്താട്ടം നടത്തുന്നത്. മേടത്തിലെ 30 ചൊവ്വാഴ്ചയാണ് ഇവിടെ എന്താ നടത്തുന്നത്? ചാന്താട്ടം നടത്തുന്നത്. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെച്ചോണം. മേടത്തിലെ 30 ചൊവ്വാഴ്ച ചാന്താട്ടം നടത്തുന്ന ക്ഷേത്രം ചോദിച്ചാൽ അത് ഏതാണ്? അത് കോങ്ങാട് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രമാണെന്ന് ഓർത്തിരിക്കുക. കോങ്ങാട് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രമാണെന്ന് എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ ഓർത്തിരിക്കുന്ന വേറൊരു കേസ്, ഈ ചാന്താട്ടം എല്ലാ ദാരു വിഗ്രഹങ്ങളുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ദാരു വിഗ്രഹങ്ങളുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും അല്ല, ചില പ്രത്യേക ദിവസങ്ങളിൽ എന്ത് നടത്തുന്നുണ്ട്? ഈ ചാന്താട്ടം നടത്തുന്നുണ്ട്. അത് ഒന്നാമതായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ ഈ ഓരോ ദിവസം പ്രത്യേകതകൾ ഓർത്ത് വെച്ചണം, ഓരോ ടൈം പ്രത്യേകത ആലോചിച്ച് വെച്ചണം. അപ്പൊ 30 ചൊവ്വാഴ്ച നടത്തുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ തന്നെയാണ്? അത് കോങ്ങാട് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം തന്നെയാണുള്ള കാര്യം ആദ്യം എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. കൂടുതൽ ഈ ഭഗവതിക്കാണ്, ഈ ഭദ്രകാളി ഭഗവതി എന്നീ രൂപങ്ങൾക്കാണ് എന്ത് വിഗ്രഹം ചെയ്യാറുള്ളത്? ഈ ദാരു വിഗ്രഹങ്ങൾ കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. അയ്യപ്പനൊക്കെ ആണെങ്കിൽ നോർമലി ഏതാണ് വരുന്നത്? ഈ പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ എന്താണ്? കടുശർക്കര യോഗത്തിലുള്ള വിഗ്രഹങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഈ 3 നമുക്ക് ഇഷ്ടം പോലെ ഒരു 5 ടൈപ്പോളം വിഗ്രഹങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഏതൊക്കെ വരുന്നുണ്ട്? ഈ സാങ്കല്പിക വിഗ്രഹങ്ങളുണ്ട്. നമ്മൾ ഈ കളമെഴുത്ത് പാട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സാങ്കല്പികമായിട്ടാണ് പൂജിക്കുന്നത് അല്ലേ? ദേവിയെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിൽ സങ്കല്പിച്ചതിന് ശേഷം സാങ്കല്പികമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? രൂപം വെച്ച് അതിൽ പൂജിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സാങ്കല്പിക വിഗ്രഹങ്ങൾ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അതേപോലെ തടിയിലുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ദാരു വിഗ്രഹങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ പഞ്ചലോഹത്തിലുള്ള വിഗ്രഹങ്ങളുണ്ട്. അതേപോലെ എന്താണ്? കല്ലിലുള്ള വിഗ്രഹങ്ങൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണശിലയിലുള്ള വിഗ്രഹങ്ങൾ വരുന്നുണ്ട്. അതേപോലെ മണലിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ വിഗ്രഹങ്ങൾ ഒരുപാട് ടൈപ്പ് നമുക്ക് 7-8ഓളം ടൈപ്പ് നമുക്ക് വിഗ്രഹങ്ങൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഇവിടെ പറയുന്ന കേസ് ഓർത്തിരിക്കുക. ഇനി അത് തടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങൾ എന്താണ്? ഈ തടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങളിൽ ചെയ്യുന്ന പ്രത്യേക ചടങ്ങാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ചാന്താട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 30 ചൊവ്വാഴ്ച മേടമാസത്തിലെ ഏതാണ്? 30 ചൊവ്വാഴ്ച ചാന്താട്ടം നടത്തുന്ന ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് തന്നെയാണ്? അത് കോങ്ങാട് തിരുമാന്താംകുന്ന് ക്ഷേത്രമാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കാം. സ്ഥലവും കൂടെ ഓർത്തു വെച്ചോണം. അടുത്തായിട്ട് പറയുന്നത് അങ്ങാടിപ്പുറത്തുള്ള തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. ഇവിടെ മുഖ്യ പ്രതിഷ്ഠ ആര് തന്നെയാണ്? ശ്രീഭദ്രകാളിയും പരമേശ്വരനും മഹാദേവനും അതേപോലെ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത്. ഇവിടത്തെയും പ്രധാനപ്പെട്ട വഴിപാട് എന്ത് തന്നെയാണ്? ചാന്താട്ടം തന്നെയാണ്. ദാരു വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട വഴിപാട് എന്ത് തന്നെയാണ്? ചാന്താട്ടം തന്നെയാണ്. മിഥുനം കർക്കിടക മാസങ്ങളിലാണ് സാധാരണയായിട്ട് നടത്തുന്നത്. ഏതാണ്? മിഥുനം കർക്കിടക മാസങ്ങളിലാണ് സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് നോക്കുക, എതിർത്ത പൂജയില്ല. ഇവിടെ എന്തില്ല? ഇവിടെ എതിർത്ത പൂജയില്ല. പകരമുള്ള പൂജയാണ് തിരിഞ്ഞു പന്തീരടി പൂജ എന്ന് വിളിക്കും. ഇവിടെ എതിർത്ത പൂജയില്ല, പകരമുള്ള പൂജയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തിരിഞ്ഞ് പന്തീരടി പൂജ നടക്കുന്നത്. ഇവിടെ തിരിഞ്ഞ് പന്തീരടി പൂജയാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ എതിർത്ത പൂജയില്ല, പകരമുള്ള പൂജയുടെ പേരെന്താണ്? തിരിഞ്ഞ് പന്തീരടി പൂജയാണ് ഇവിടെ നടക്കുന്നത്. അത് എങ്ങനെയാണ് പറയുക? വൈകിട്ട് നിഴലിന് 12 അടി ഉള്ളപ്പോഴാണ്, 4:30 മണിക്കാണ് ഏത് ചടങ്ങ് നടത്തുന്നത്? ഈ തിരിഞ്ഞ് പന്തീരടി പൂജ നടത്തുന്നത്. ഓക്കെ ആണല്ലോ. വൈകിട്ട് 4:30 നടത്തുന്ന ചടങ്ങാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തിരിഞ്ഞ് പന്തീരടി പൂജ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഓർക്കേണ്ടതാണ്, മലപ്പുറത്ത് ഏതാണ്? അങ്ങാടിപ്പുറത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുഖ്യ പ്രതിഷ്ഠ ചോദിച്ച ആരാണ്? ശ്രീഭദ്രകാളിയും ശ്രീ പരമേശ്വരനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് ചോദിച്ച ഏതാണ്? അത് ചാന്താട്ടമാണ്. പ്രധാനപ്പെട്ട വഴിപാട് ചോദിച്ച ഏതാണ്? ചാന്താട്ടമാണ്. മിഥുനം കർക്കിടക മാസങ്ങളാണ് സാധാരണയായിട്ട് എന്ത് നടത്തുന്നത്. എതിർത്ത പൂജയില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ എന്ത് പൂജയില്ല? എതിർത്ത പൂജയില്ല. തിരിഞ്ഞ് പന്തീരടി പൂജയാണ് ഇവിടെ സാധാരണയായിട്ട് നടക്കുന്നത്. വൈകിട്ട് നിഴലിന് 12 അടിയോളം എന്ന് വെച്ചാൽ ഏകദേശം എത്ര മണിക്കാണ്? 4:30 മണിക്ക് നടത്തുന്ന ചടങ്ങാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഈ തിരിഞ്ഞ് പന്തീരടി പൂജ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ തുലാമാസം 1-ാം തീയതിയും കർത്തവാവിനും രാവിലെ പന്തീരടി പൂജയ്ക്ക് മുമ്പ് ഭക്തജനങ്ങൾ വടക്കേ നടയിൽ 10 നടയുടെ മുകളിലും താഴെയുമായി ചേരി തിരിഞ്ഞ് ആട്ടങ്ങ എറിയുന്ന ഒരു ചടങ്ങുണ്ട്. എന്തെറിയുന്ന ചടങ്ങുണ്ട്? ആട്ടങ്ങ എറിയുന്ന ഒരു ചടങ്ങുണ്ട്. ഈ ആട്ടങ്ങ എറിയുന്ന ചടങ്ങ് ഏത് ക്ഷേത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ക്ഷേത്രമാണ്? അത് നമ്മുടെ ഓർത്തിരിക്കുക, ഏതാണ്? തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രമാണെന്ന് ഓർത്തിരിക്കുക. എന്തെറിയുന്ന ചടങ്ങാണ്? ആട്ടങ്ങ എറിയുന്ന ചടങ്ങ്. ഓക്കെ ആണല്ലോ.
സംഭവം ഒന്നുമില്ല. ഈ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി എന്താണ് ഒരാൾ നമ്മുടെ പരമശിവനെ എന്ത് ചെയ്തു തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു എനിക്കെന്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിവലിംഗം, ഏറ്റവും വലുതും ഏറ്റവും പ്രിയപ്പെട്ട ശിവലിംഗം നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാദേവൻ ആലോചിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെയുള്ള ഒരു ശിവലിംഗം ആരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ? പാർവതിയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. പാർവതി എന്ത് ചെയ്തിട്ടുള്ളതാണ്? ഈ ശിവനെ എന്താണ് തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തപസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ശിവലിംഗമാണ് എന്ത് ചെയ്തത്? കൈലാസത്തിൽ കൊണ്ടുവച്ചിരുന്നത്. അപ്പൊ എന്ത് ചെയ്തു? പാർവതി എന്ത് ചെയ്തു? വെളിയിൽ പുറത്തെങ്ങാൻ പോയ സമയത്ത് എന്ത് ചെയ്തു? ഈ ശിവലിംഗത്തിന് എടുത്തുകൊണ്ട് ആർക്ക് കൊടുത്തു? ഈ ഭക്തൻ എന്ത് ചെയ്തു? കൊടുത്തു. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം കൊണ്ടുവച്ച് അവിടെ പ്രതിഷ്ഠ വെച്ചു. അപ്പൊ പാർവതി തിരിച്ചു വന്ന സമയത്ത് എന്ത് വിഗ്രഹം എവിടെയും ചോദിച്ചപ്പോൾ ശിവലിംഗം എവിടെയും ചോദിച്ചു പറഞ്ഞു എന്താണ്? അത് ഭക്തന് കൊടുത്തു എന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞ എന്താണ്? എനിക്ക് ആ വിഗ്രഹം തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്താ പോയി തിരിച്ചു വാങ്ങിച്ചോ, ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ഇതിന് ഇടപെടില്ലെന്ന് മഹാദേവൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? പാർവതി ദേവി എന്ത് ചെയ്തു? ഭദ്രകാളിയെ പറഞ്ഞു വിട്ടു. ഭദ്രകാളിയെ എന്ത് ചെയ്തു? ബാക്കിയുള്ള അനുയായികളും കൂടെ എന്ത് ചെയ്തു? പറഞ്ഞു വിട്ടു. എന്താണ്? ഈ വിഗ്രഹം ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറഞ്ഞു? തിരിച്ചു വാങ്ങിച്ചോണ്ട് വരാം, തിരിച്ചെടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചെടുത്തോണ്ട് വരാൻ പറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? അവിടെ ഈ ക്ഷേത്രത്തിനകത്തുള്ള ആളുകളെല്ലാം കൂടെ എന്ത് ചെയ്തു? തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? യുദ്ധം എന്നല്ല പറയുന്നത്. അവിടെ എന്ത് ചെയ്തു? ഇവർ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എന്താണ് ഈ ആട്ടങ്ങ എന്ന് പറഞ്ഞ കാട്ടുപഴം. ആട്ടങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാട്ടുപഴമാണ്. ആ കാട്ടുപഴത്തിനെടുത്ത് എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ഈ ഭദ്രകാളിയും അതിന്റെ കൂടെ വന്ന അനുയായികളും കൂടെ എന്ത് ചെയ്തു? എറിഞ്ഞു. ഈ എറിഞ്ഞ സാധനങ്ങളെല്ലാം എന്താണ്? ഓരോന്നും ഓരോ ശിവലിംഗമായിട്ടാണ് ചെന്ന് എന്ത് ചെയ്തത്? ഇവരുടെ തലയിൽ പതിച്ചെന്നാ പറയുന്നത്. ഈ അനുയായികളെ ഇറങ്ങിയ എല്ലാം എന്താണ്? ഓരോന്നും ഓരോ ശിവലിംഗമായിട്ടാണ് എന്ത് ചെയ്ത് ചെന്ന് പതിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ വിഗ്രഹം എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ശിവലിംഗത്തിന് കൊണ്ടുവരാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം പാർവതി ദേവി നേരിട്ട് വന്നിട്ട് എന്ത് ചെയ്തു? ഇത് എന്താണ് അവിടെ പ്രസാദിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ഭദ്രകാളി അവിടെ സ്ഥിരമായിട്ട് എന്ത് ചെയ്തു? അവിടെ കുടികൊള്ളാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. വെച്ചാൽ ഭദ്രകാളി അവിടെ എന്ത് ചെയ്തു? സ്ഥിരമായിട്ട് അവിടെ ഭദ്രകാളിയുടെ സാന്നിധ്യം അവിടെ നൽകുന്നു എന്നാണ് എന്റെ ഐതിഹ്യമായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ഐതിഹ്യമായിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ജസ്റ്റ് ആലോചിക്കുക, ഇവിടെ നമുക്ക് എക്സാം ലെവലിൽ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് ഇത്രേ ഉള്ളൂ. ഈ ആട്ടങ്ങ എറിയുന്ന ചടങ്ങ് എന്താണ്? ആട്ടങ്ങ എറിയുന്ന ചടങ്ങ് അത് കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ ആണല്ലോ? അത് ഇവിടുത്തെ പ്രത്യേകതയാണ് ഈ ആട്ടങ്ങ എറിയുന്ന ചടങ്ങ് എന്ന് പറയുന്നത്. ഈ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ആട്ടങ്ങ എറിയുന്ന ചടങ്ങ്. ഓക്കെ ആണല്ലോ? ഓക്കെ, കോങ്ങാട് തിരുമാന്താംകുന്ന് ക്ഷേത്രം പറഞ്ഞു. അടുത്താണ് വരുന്നത് കൊടിക്കാട്ടുകാവ്. അടുത്ത ക്ഷേത്രത്തിന്റെ പേരെന്താണ്? കൊടിക്കാട്ടുകാവ്. അതും കൂടെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. കൊടിക്കാട്ടുകാവ്. ഓക്കെ ആണല്ലോ? ഇത് എവിടെയാണ്? പാലക്കാട് വടക്കാഞ്ചേരിയിലാണ് ഏറെ സ്ഥിതി ചെയ്യുന്നത്. ഈ കൊടിക്കാട്ടുകാവ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് വടക്കാഞ്ചേരിയിലാണ് ഏറെ സ്ഥിതി ചെയ്യുന്നത്. കൊടിക്കാട്ടുകാവ് സ്ഥിതി ചെയ്യുന്നത്. മുഖ്യപ്രതിഷ്ഠ ആര് തന്നെയാണ്? ശ്രീഭദ്രകാളി തന്നെയാണ്. മുഖ്യപ്രതിഷ്ഠ ആര് തന്നെയാണ്? ശ്രീഭദ്രകാളി തന്നെയാണ്. ഇവിടെയും എന്ത് തന്നെയാണ്? ദാരുവിഗ്രഹം തന്നെയാണ്. ഇവിടെയും എന്ത് തന്നെയാണ്? ദാരുവിഗ്രഹം തന്നെയാണ്. ഇനി നമ്മുടെ ഈ ദാരുവിഗ്രഹം പറയുകയാണ്, നമ്മളെ ഈ നാട്ടിൽ തന്നെ ചില ക്ഷേത്രങ്ങളിൽ എന്താണ് ഈ വിഗ്രഹങ്ങൾക്ക് പകരം ആയുധങ്ങൾ വെച്ച് പൂജിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആയുധങ്ങൾ, വിഗ്രഹം ദേവിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും? ഈ ആയുധങ്ങൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പൂജിക്കാറുണ്ട്. ചില തെക്കതകൾ എന്നൊക്കെ പറയുന്ന ക്ഷേത്രങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? പൂജിക്കാറുണ്ട്. അത് കൂടുതലും തെക്കോട്ടാണ് വരുന്നത്. തെക്കോട്ടെന്നല്ല, തെക്കോട്ടാണ് ഒരു ആചാരം വരുന്നത്. ഈ ക്ഷേത്രങ്ങൾക്ക് പകരം എന്താണ് ഏറ്റവും കൂടുതൽ പൂജിക്കുന്നത്? ക്ഷേത്രങ്ങളിൽ തന്നെ ബിംബത്തിന് പകരം എന്താണ്? ആയുധങ്ങൾ വെച്ച് എന്ത് ചെയ്യാറുണ്ട്? പൂജിക്കാറുണ്ട്. അതും എന്താണ്? അതൊരു സങ്കല്പമാണ്. ദേവിക്ക് പകരം നമ്മൾ എന്താ ഭദ്രകാളിക്കൊക്കെ പകരം എന്താണ്? ആയുധങ്ങളെ വെച്ച് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ആയുധങ്ങൾ ദേവിയായിട്ട് സങ്കല്പിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പൂജിക്കാറുണ്ട്. അങ്ങനത്തെ ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതും എന്താണ്? അതൊരു ക്ഷേത്ര സങ്കല്പമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഓർക്കുക, ഇവിടെയും എന്താ പ്രത്യേകതയായിട്ട് പറയുന്നത്? 6 അടി ഉയരമുള്ള ദാരു വിഗ്രഹമാണ് പറയുന്നത്. ഇവിടെ എന്താണ്? 6 അടി ഉയരമുള്ള ദാരു വിഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? കൊടിക്കാട്ടുകാവിലും സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കാം. ഇവിടെയും എന്താണ്? സപ്തമാതൃക്കളോടൊപ്പമുള്ള പ്രതിഷ്ഠയാണ് കാണപ്പെടുന്നത്. ഇവിടെയും എന്താണ്? സപ്തമാതൃക്കളോടൊപ്പമുള്ള പ്രതിഷ്ഠയാണ് എവിടെയും കാണപ്പെടുന്നത്? നമ്മുടെ കൊടിക്കാട്ടുകാവിലും കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ ആ സപ്തമാതൃക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് സപ്തമാതൃക്കളിലെ വൈഷ്ണവിയെ ആണ് ഇവിടെ ഭദ്രകാളിയായി സങ്കല്പിച്ചു വരുന്നത്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ ആണല്ലോ? സപ്തമാതൃക്കളിലെ ആരാണ്? വൈഷ്ണവിയെ ആണ് ഇവിടെ എന്തായിട്ട് സങ്കല്പിച്ചു വരുന്നത്? നമ്മുടെ ഭദ്രകാളിയായിട്ട് എന്ത് ചെയ്യുന്നത്? സങ്കല്പിച്ചു വരുന്നത്. എവിടെയാണ്? കൊടിക്കാട്ടുകാവിൽ. സപ്തമാതാക്കളിലെ വൈഷ്ണവിയാണ് ഇവിടെ എന്തായിട്ട് സങ്കല്പിച്ചു വരുന്നത്? കൊടിക്കാട്ടുകാവില് എന്തായിട്ട്? ഭദ്രകാളിയായിട്ട്, വൈഷ്ണവിയെ ഭദ്രകാളിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സങ്കല്പിച്ചു വരുന്നത്. ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ അടുത്ത പ്രത്യേകത ഓർത്ത് വെച്ചോണം. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ എന്താ പറയുന്നത്? കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സഹോദരിയായാണ് ഇവിടുത്തെ ഭഗവതി എന്നും മീനത്തിലെ കാർത്തിക വേല കാണാൻ ഇവിടുത്തെ ഭഗവതി കൊടുങ്ങല്ലൂർ ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന് വിശ്വാസമുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ കൊടിക്കാട്ടുകാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ വേല എന്ന് പറയുന്നത് മീനത്തിലെ എന്താണ്? കാർത്തിക വേല. മീനമാസത്തിലെ ഏത് വേലയാണ്? കാർത്തിക വേല. അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം ചോദിച്ചാൽ എവിടത്തെയാണ്? കൊടിക്കാട്ടുകാവിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് മീനത്തിലെ കാർത്തിക വേല എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സഹോദരിയാണ് ആരെന്ന് പറയുന്നത്? നമ്മൾ കൊടിക്കാട്ടുകാവിലെ ഭദ്രകാളി എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയുന്ന പ്രത്യേകം എന്താണ്? ഈ കാർത്തിക വേല കാണാൻ വേണ്ടി, മീനമാസത്തിലുള്ള കാർത്തിക വേല കാണുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുത്തെ ഭഗവതി ആരെ ചെന്ന് വിളിച്ചുകൊണ്ട് വരുന്നതായിട്ട് ചടങ്ങുണ്ട്? കൊടുങ്ങല്ലൂർ ഭഗവതിയെ കൂട്ടിക്കൊണ്ട് വരുന്നു എന്ന് എന്തുകൊണ്ട്? വിശ്വാസമുണ്ട്. ആ ഒരു
വിശ്വാസമുള്ള ക്ഷേത്രം കൂടെ ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ കൊടിക്കാട്ടുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രമുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ ഭദ്രകാളി ഭഗവതി ക്ഷേത്രമുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെയാണ്. അപ്പൊ പറഞ്ഞിട്ടുള്ള പാലക്കാട് വടക്കാഞ്ചേരിയിലാണ്, മുഖ്യ പ്രതിഷ്ഠാരാണ് ശ്രീ ഭദ്രകാളിയാണ്. ഇവിടെയും 6 അടിയോളം ഉയരമുള്ള എന്ത് തന്നെയാണ്? ദാരു വിഗ്രഹം തന്നെയാണ് ഉള്ളത്. സപ്തമാതൃക്കളോടൊപ്പമാണ് പ്രതിഷ്ഠ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ സപ്തമാതൃക്കളിലെ ആരാണ്? വൈഷ്ണവിയാണ് ഇവിടെ എന്തായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്? ഭദ്രകാളിയായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? സങ്കല്പിച്ചിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സഹോദരിയായിട്ടാണ് ഇവിടുത്തെ ഭഗവതി എന്നും മീനത്തിലെ കാർത്തിക വേല കാണുവാൻ എന്ത് ചെയ്യാറുണ്ട്? കൊടുങ്ങല്ലൂർ ദേവിയെ ഇവിടെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാറുണ്ട്? ക്ഷണിക്കാനുള്ള ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടെന്ന് നമുക്ക് എന്തുകൊണ്ട് വിശ്വാസം എവിടെയുണ്ട്? നമ്മുടെ കൊടിക്കാട്ടുകാവ് ക്ഷേത്രത്തിന് ഉണ്ട്. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത 4ാമത്തെ ചോദ്യം നോക്കുക. 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏതാണ് ചോദ്യം? 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം. ഓക്കെ ആണല്ലോ. ഈ പരശുരാമൻ പണിത ക്ഷേത്രങ്ങളാണ് 108 ദുർഗാലയങ്ങൾ എന്ന് പറയുന്നത്. 108 എന്ന് വെച്ചാൽ പരശുരാമൻ കേരളം രൂപീകരിച്ചതിന് ശേഷം ബ്രാഹ്മണർക്ക് എന്ത് ചെയ്തു? വിട്ടുകൊടുത്തു. അങ്ങനെ ബ്രാഹ്മണർക്ക് വിട്ടുകൊടുത്തതിന് ശേഷം അദ്ദേഹം 108 ശിവക്ഷേത്രങ്ങൾ, എത്രയാണ്? 108 ശിവക്ഷേത്രങ്ങളും 108 ഭദ്രകാളി ക്ഷേത്രങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? പണിതിട്ടുണ്ട്. 108 ശിവക്ഷേത്രങ്ങളും 108 ഭദ്രകാളി ക്ഷേത്രങ്ങളും പണിതായിട്ടാണ് സങ്കല്പം. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ആ 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏതാണ് ചോദ്യം? കൊട്ടിയൂരുണ്ട്, കുമാരനെല്ലൂർ ദേവീക്ഷേത്രമുണ്ട്, കുമരഞ്ചിറ ദേവീക്ഷേത്രമുണ്ട്, തട്ടേൽ ഒരിപ്പുറത്ത് ദേവീക്ഷേത്രമുണ്ട്. ഓക്കെ ആണല്ലോ. 4 ഓപ്ഷൻ പറയുന്നുണ്ട്. കൊട്ടിയൂര്, കുമാരനെല്ലൂർ ദേവീക്ഷേത്രം, കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം, തട്ടേൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. ഇങ്ങനെ 4 ക്ഷേത്രങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏതാണ് ചോദ്യം? 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏതാണ് ചോദ്യം? ആൻസർ ആയിട്ട് വരുന്നത് ഏത് തന്നെയാണ്? കുമാരനെല്ലൂർ ക്ഷേത്രം തന്നെയാണ്. കുമാരനെല്ലൂർ ക്ഷേത്രം. ഓക്കെ ആണല്ലോ. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചണം. കുമാരനെല്ലൂർ ക്ഷേത്രം. ഓക്കെ ആണല്ലോ. അപ്പൊ 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കുമാരനെല്ലൂർ ക്ഷേത്രമാണുള്ള കാര്യം എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഓർത്തു വയ്ക്കുക. ഇനി ഇവിടെ ഓർക്കേണ്ട പോയിന്റ്, ഈ കുമാരനെല്ലൂർ ക്ഷേത്രം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് കോട്ടയത്താണ്. കുമാരനെല്ലൂർ ക്ഷേത്രം എവിടെയാണ്? അത് കോട്ടയത്താണെന്ന് ഓർത്തിരിക്കുക. പരശുരാമൻ ഇവിടുത്തെ 108 പരശുരാമൻ പണിത 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? കുമാരനെല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 107 ദുർഗാക്ഷേത്രങ്ങളിലെ ഭഗവതിമാർ ഒന്നിച്ചു വന്ന് താമസിക്കുന്ന ഇടമാണ് കുമാരനെല്ലൂർ എന്നാണ് വിശ്വാസം. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട പോയിന്റ്. എന്താ പറയുന്നത്? പരശുരാമൻ പണിത 107 ദുർഗാക്ഷേത്രങ്ങളിലെ എല്ലാ ദേവതകളും കൂടെ വന്ന് എന്ത് ചെയ്യാണ്? ഒന്നിച്ച് വന്ന് താമസിക്കുന്ന ഇടമാണ് കുമാരനെല്ലൂർ എന്നാണ് വിശ്വാസം. ഓക്കെ ആണ്. 107 ക്ഷേത്രം ഉണ്ടല്ലോ. ബാക്കിയുള്ള 107 ക്ഷേത്രത്തിലുള്ള ആളുകളും കൂടെ എല്ലാം കൂടെ ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നു? ഇവിടെ വന്ന് താമസിക്കുന്നു എന്ന വിശ്വാസമുള്ള ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? കുമാരനെല്ലൂർ എന്നുള്ളത്. ഇത് ഒരു ഐതിഹ്യം. ഓക്കെ ആണല്ലോ. കാരണം പരശുരാമൻ പണിത 108 ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, ഇതിന് വേറൊരു ഐതിഹ്യം കൂടെ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇതിന് കാരണം പറഞ്ഞാൽ നമ്മുടെ ചേര രാജാവ് ആരാണ്? ഈ ചേര രാജാവ് കേരളത്തിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ എന്താണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ എന്താണ് ദേവിയുടെ മൂക്കുത്തി എന്തായി പോയി? കാണാതെ പോയി. അങ്ങനെ ഈ മൂക്കുത്തി കാണാതെ പോയ സമയത്ത് അവിടുത്തെ പോറ്റിയെ സംശയിച്ചിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തോണം? ആ മൂക്കുത്തി കണ്ടെത്തിക്കോണം, അല്ലെങ്കിൽ നിങ്ങളെ തല വെട്ടു എന്ന് പറഞ്ഞു. അത് തിരിച്ചു എത്ര ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം? മൂക്കുത്തി കണ്ടെത്തിക്കോണം, അല്ലെങ്കിൽ എന്ത് ചെയ്തോണം? അല്ലെങ്കിൽ തല വെട്ടു എന്ന് പറഞ്ഞു. എന്ത് ചെയ്തു? ഭീഷണിപ്പെടുത്തി. അപ്പൊ പോറ്റി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവസാനം പോറ്റിക്ക് എന്തായി? സങ്കടമായി. കാരണം എന്താണ്? ഇനി രക്ഷയില്ല. കാരണം എന്താ? എനിക്ക് സാധനം നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ പോറ്റി എന്ത് ചെയ്തു? തിരിച്ച് എന്ത് ചെയ്തു? നാട് വിട്ടുപോയി. നാട് വിട്ട് എങ്ങോട്ടേക്ക് വന്നു? നമ്മുടെ കേരളത്തോട്ട് തന്നെ കയറി വന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെ നാട് വിട്ട് വന്ന സമയത്ത് എന്ത് ചെയ്തു? ഇവിടെ വഴിയിൽ വെച്ച് ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? അവിടെ നിന്ന് അവിടെ എന്താണ്? അവിടെ ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ ഒരു ക്ഷേത്രം ഇല്ലെങ്കിൽ ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു പ്രതിഷ്ഠ വേണമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? നിന്നെന്താണ് അടുത്തൊരു ഐതിഹ്യം പറയുന്നത്. അതിങ്ങനെ പറയുന്നത്, അദ്ദേഹം പറയുന്നത് പ്രത്യേകതാണ്. ചേര രാജാവ് സുബ്രഹ്മണ്യം പ്രതിഷ്ഠിക്കാൻ വേണ്ടി കുമാരനെല്ലൂർ ക്ഷേത്രം പണിതു. ചേര രാജാവ് ആരെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ്? സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ് എവിടെ പ്രതിഷ്ഠിച്ചത്? ഈ കുമാരനെല്ലൂർ ക്ഷേത്രം എന്ത് ചെയ്തത്? പണിയെടുപ്പിച്ചത്. ഈ പോറ്റി വന്ന സമയത്ത് എന്ത് ചെയ്തു? അവിടെ ദേവിയുടെ കണ്ടിട്ട് ശേഷം ദേവി അവിടെ എന്ത് ചെയ്തു? പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പൊ സുബ്രഹ്മണ്യൻ എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. അവ ദേവിയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി വെച്ചിരുന്ന ക്ഷേത്രത്തിൽ ആരെയും പ്രതിഷ്ഠിച്ചു? നമ്മുടെ സുബ്രഹ്മണ്യനെയും പ്രതിഷ്ഠിച്ചു. ഈ ഒരു ഐതിഹ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതിങ്ങനെ പറയുന്നത്, ചേര രാജാവ് ആരാണ്? ചേര രാജാവ് സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാൻ കുമാരനെല്ലൂർ ക്ഷേത്രം പണിതു. പക്ഷെ അവിടെ മധുരയിൽ നിന്നും വന്ന ഭഗവതി അവിടെ കുടികൊണ്ടിരുന്നു. ഭഗവതിയെ പ്രതിഷ്ഠിക്കാൻ പണിത ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യനെ എന്ത് ചെയ്തു? പ്രതിഷ്ഠിച്ചു. അതാണ് പ്രത്യേകത. ഓക്കെ ആണല്ലോ. ഈ എന്താണ് അങ്ങനെ എന്താണ് നമ്മൾ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഉദയനാപുരം സുബ്രഹ്മണ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഉദയനാപുരം സുബ്രഹ്മണ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഈ പോറ്റി വന്നിട്ടാണ് ഇവിടെ ഈ നമ്മുടെ കുമാരനെല്ലൂരിൽ ആരാ? ഭഗവതി എന്ത് ചെയ്ത് പ്രതിഷ്ഠിച്ചെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഭഗവതിക്ക് വേണ്ടി അവിടെ പണിത ക്ഷേത്രത്തിൽ എന്ന് വെച്ചാൽ ഉദയനാപുരത്ത് ഭഗവതിക്ക് വേണ്ടി പണിത ക്ഷേത്രത്തിൽ അവസാനം ആരെ കൊണ്ട് പ്രതിഷ്ഠിക്കേണ്ടി വന്നു? നമ്മുടെ സുബ്രഹ്മണ്യനെ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വന്നു? പ്രതിഷ്ഠിക്കേണ്ടി വന്നു. കുമാരനില്ലാത്ത ഊര്, അതാണ് കുമാരനെല്ലൂരായെന്നാണ് വേറൊരു വിശ്വാസം. ഓക്കെയാണ്. കുമാരനെല്ലൂരായത് എങ്ങനെയാണ്?
കുമാരൻ ഇല്ലാത്ത ഊര് എന്ന് വെച്ചാൽ ഊരെന്ന സ്ഥലമല്ലേ, കുമാരൻ ഇല്ലാത്ത ഊര്, അതാണ് എന്തായി മാറിയത്, കുമാരനെല്ലൂർ ആയി എന്നാണ് ഒരു വിശ്വാസം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മളെ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 107 ദുർഗാക്ഷേത്രങ്ങളിലെയും ദേവിമാരെല്ലാം കൂടെ ഒരുമിച്ച് വന്ന്, അല്ലെങ്കിൽ എന്താണ്, ഭഗവതിയർ ഒന്നിച്ച് വന്ന് താമസിക്കുന്ന ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്, അത് കുമാരനെല്ലൂർ ക്ഷേത്രമാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ 2 ഐതിഹ്യങ്ങളായി ഇവിടെ. ഒന്ന് നമ്മുടെ പരശുരാമൻ പണിത ക്ഷേത്രം എന്ന് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്, നമ്മുടെ ചേര രാജാവ് പണിത ക്ഷേത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നത്. അപ്പൊ 2 സങ്കല്പങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ 2 സങ്കല്പങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട്. ആ ഒരു കാര്യം എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. 2 സങ്കല്പങ്ങളായിട്ടാണ് ഏത് ക്ഷേത്രം പറയുന്നത്, നമ്മൾ കുമാരനെല്ലൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. അപ്പൊ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 107 ദുർഗാക്ഷേത്രങ്ങളിലെ ഭഗവതിമാർ ഒന്നിച്ച് വന്ന് താമസിക്കുന്ന ഇടമാണ് ഏതെന്ന് പറയുന്നത്, കുമാരനെല്ലൂർ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഏതെന്ന് പറയുന്നത്, മഞ്ഞൾപ്പൊടി അഭിഷേകം എന്ന് പറയും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, മഞ്ഞൾപ്പൊടി അഭിഷേകം എന്ന് പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഉദയനാപുരം സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ക്ഷേത്രം എന്താണ്, ഭഗവതിക്ക് വേണ്ടി പണിത ക്ഷേത്രമാണ്. പക്ഷെ അവിടെ എന്തായില്ല, അവിടെ ഭഗവതി എവിടെ വന്നാണ് ഇരുന്നത്, കുമാരനെല്ലൂരാണ് വന്നിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ പോറ്റി വന്നിരുന്നിട്ട് എന്ത് ചെയ്തു, അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ്. പോറ്റി വന്നിട്ട് എന്ത് ചെയ്തു, ഭഗവതി അവിടെ എന്ത് ചെയ്തു, പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു, അവസാനം ഭഗവതിക്ക് വേണ്ടി കെട്ടിയ ക്ഷേത്രത്തിൽ ആരെ ഇരുത്തി, നമ്മുടെ സുബ്രഹ്മണ്യനെയും ഇരുത്തി എന്നാണ് സങ്കല്പം. ഓക്കെ ആണ്. അതാണ് കുമാരനില്ലാത്ത ഊര് എന്തായി മാറിയത്, കുമാരനെല്ലൂരായെന്ന് പറഞ്ഞൊരു വിശ്വാസവും ഉണ്ട്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഉള്ള ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്, കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. അതും കൂടെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത എന്താണ്, കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം. അടുത്ത ഏതാണ്, കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം എന്ന് പറയും. കറക്റ്റ് സ്ഥലം ഓർത്തു വയ്ക്കുക. എവിടെയാണ്, തൃശ്ശൂർ കാറളമാണ്. തൃശ്ശൂരുള്ള കാറളമാണ് ഏതെന്ന് പറയുന്നത്, കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. പ്രധാന മൂർത്തി ആര് തന്നെയാണ്, ഭദ്രകാളി തന്നെയാണ്. പ്രധാന മൂർത്തി ആര് തന്നെയാണ്, ഭദ്രകാളി തന്നെയാണ്. ഇവിടെയും 6 അടി ഉയരമുള്ള എന്താണ്, ദാരു വിഗ്രഹമാണ് കാണപ്പെടുന്നത്. ഇവിടെയും 6 അടി ഉയരമുള്ള എന്താണ്, ദാരു വിഗ്രഹമാണ് കാണപ്പെടുന്നത്. ഒന്നിടവിട്ട വർഷങ്ങളിൽ എന്ത് നടത്തുന്നുണ്ട്, ചാന്താട്ടവും നടത്തുന്നുണ്ട്. ഒന്നിടവിട്ട വർഷങ്ങളിൽ എന്ത് നടത്തുന്നുണ്ട്, ചാന്താട്ടവും നടത്തുന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇവിടെ മറ്റുള്ള ക്ഷേത്രങ്ങളെക്കാൾ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ സാത്വികമായിട്ടുള്ള ഭദ്രകാളിയാണ് കാണപ്പെടുന്നത്. ഉഗ്രരൂപിണിയല്ല, സാത്വികമായിട്ടുള്ള രൂപത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്, ഈ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ കാണാൻ പറ്റുന്നത്. സാത്വികമായിട്ടുള്ള ഭദ്രകാളിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്, കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ കാണാൻ പറ്റുന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർത്തു വെച്ചാൽ, അപ്പൊ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം പ്രത്യേകം എന്താണ്, തൃശ്ശൂർ കാറളമാണ്. പ്രധാന മൂർത്തി ചോദിച്ച ഭദ്രകാളിയാണ്. 6 അടി ഉയരമുള്ള ദാരു വിഗ്രഹമാണ് ഇവിടെ കാണപ്പെടുന്നത്, കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത്. ഒന്നിടവിട്ട വർഷങ്ങളിൽ എന്ത് നടത്തുന്നുണ്ട്, ഇവിടെ ചാന്താട്ടം നടത്തുന്നുണ്ട്. സാത്വികമായിട്ടുള്ള ഭദ്രകാളിയാണ് ഇവിടെ കാണപ്പെടുന്നത്, ഈ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ കാണപ്പെടുന്നതിനും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അടുത്ത ഓപ്ഷൻ ആണ് തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അത് ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട തന്നെയാണ്. അവിടെയും പ്രതിഷ്ഠ ആര് തന്നെയാണ്, ഭദ്രകാളി തന്നെയാണ്. ജില്ല തന്നെയാണ്, പത്തനംതിട്ടയാണ്. പ്രതിഷ്ഠ ആരാണ്, ഭദ്രകാളിയാണ്. ഇത് ഞാൻ കഴിഞ്ഞ എക്സാമിന് ഇതേ ഓപ്ഷൻ നമുക്ക് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഓർത്തിരിക്കുക, ഒരു ശ്രീകോവിലിൽ ഒരേ മൂർത്തിയുടെ 2 പ്രതിഷ്ഠ. അതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ശ്രീകോവിലില് ഒരേ മൂർത്തിയുടെ എത്ര പ്രതിഷ്ഠയുണ്ട്, 2 പ്രതിഷ്ഠയുണ്ട്. അതാണ് ഏതിന്റെ പ്രത്യേകത, ഈ തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ആരൊക്കെയാണ് വരുന്നത്, ഉഗ്രരൂപിണിയായ ശ്രീഭദ്രകാളിയും ശാന്തസ്വരൂപിണിയായ ബാലഭദ്രാദേവിയും കാണപ്പെടുന്ന ക്ഷേത്രമാണ് എന്ന് പറയുന്നത് തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ കഴിഞ്ഞതിന് ചോദിച്ച ചോദ്യം ഇതാണ്, കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, അത് തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രമുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പൊ കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, അത് തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രമാണുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തത്, പ്രധാനമായിട്ടും പറഞ്ഞത്. അപ്പോൾ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ചോദ്യമായുള്ളൂ. 5 ചോദ്യം ഞാൻ മാക്സിമം ഡീറ്റെയിൽഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒരു 5 ചോദ്യം കൂടെ ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.